സന്നിധിയിൽ വന്നിടുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ആത്മാവ് നിറയട്ടെ നിറയട്ടെ നിറയട്ടെ. ഈ സമയം എല്ലാവരുടെയും ഹൃദയങ്ങളിലേക്ക് ആത്മാവ് നിറയട്ടെ, എല്ലാ മനസ്സുകളിലേക്ക് ആത്മാവ് നിറയട്ടെ, എല്ലാ ശരീരങ്ങളിലേക്കും ആത്മാവ് നിറയട്ടെ, എല്ലാ കുടുംബങ്ങളിലേക്കും ആത്മാവ് നിറയട്ടെ. എല്ലാം മറന്ന് കർത്താവിനെ ആരാധിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവിധ ഭാരങ്ങളും പ്രയാസങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളും യേശുവിൻ്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ. ഭയങ്ങളെല്ലാം മാറട്ടെ. ധൈര്യമായി കർത്താവിനെ ആരാധിക്കാനുള്ള കൃപ തീർക്കട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, വിടുതലുകൾ സംഭവിക്കട്ടെ, ആത്മാവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. നല്ലവണ്ണം കൈയടിച്ച് കർത്താവിന് മഹത്വം കൊടുത്ത് ആരാധിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാറുന്ന ദിവസമാണിത്. ഇന്ന് രോഗങ്ങൾ വിട്ടുപോകുന്ന ദിവസമാണിത്. കർത്താവിൻ്റെ കരുണയൊഴുകുന്ന സമയമാണിത്. ആത്മാവേ നിറയണമേ നിറയണമേ നിറയണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എല്ലാ സങ്കടങ്ങളും മാറട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറിപ്പോട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. മനസ്സിൽ വിട്ടുമാറാത്ത ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, വേദനകൾ, അതിൻ്റെ ഓർമ്മകളെല്ലാം മാറിപ്പോകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ എന്ന് വിളിച്ചേ ഉച്ചത്തില്, യേശുവേ എന്ന് വിളിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ. യേശുവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഉറക്കെ വിളിച്ചേ. എല്ലാ നാമത്തിനും മേലായ നാമം, എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമം യേശുവിൻ്റെ നാമം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉച്ചത്തിൽ ഒന്നുകൂടി വിളിച്ചേ. യേശുവേ എന്ന് വിളിച്ചേ. വാ തുറന്നൊന്ന് വിളിച്ചേ. യേശുവേ. ഹല്ലേലൂയ. കർത്താവേ ഞങ്ങളുടെ രക്ഷയുടെ നാമമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാ സങ്കടങ്ങളും മറന്ന് കർത്താവിന് നന്ദി പറഞ്ഞ് സ്തുതിച്ചേ. എല്ലാ വേദനകളും അങ്ങ് മാറിപ്പോകട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ശരീരാത്മദേഹികൾ ബലം പ്രാപിക്കട്ടെ. നാളുകളായുള്ള സങ്കടങ്ങൾ മാറിപ്പോട്ടെ. നാളുകളായിട്ടുള്ള വേദനകൾ നീങ്ങിപ്പോട്ടെ. കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. കുടുംബാംഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. വേദനകൾ മാറട്ടെ. ക്ഷീണങ്ങളെല്ലാം മാറട്ടെ. പല വിചാര ചിന്തകൾ നീങ്ങിപ്പോട്ടെ. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് നമ്മളെ സ്പർശിക്കുന്ന സമയമാണിത്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയുന്ന സമയമാണിത്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉറക്കെ വിളിച്ചേ. ഒന്നുകൂടി വിളിച്ചേ. യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമാദിവികാരണത്തിന് പരിശുദ്ധ പരമാദിവികാരണത്തിന് പരിശുദ്ധ പരമാദിവികാരണത്തിന് നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഒരു നിമിഷം നമുക്കൊന്ന് ഒരു കരം ഉയർത്തുന്ന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ,
അവിടുത്തെ വാഗ്ദാനമായ വാഗ്ദാനം പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങളെ നിറയ്ക്കണമേ, അഭിഷേകം ചെയ്യണമേ. അഭിഷേകം ചെയ്യണമേ. എല്ലാ സങ്കടങ്ങളും എല്ലാ സങ്കടം വേദനകളും ഭാരങ്ങളും പ്രയാസങ്ങളും എടുത്തു മാറ്റണമേ. ഈശോയുടെ അമൂല്യമായ തിരുരക്തത്താൽ ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും കുടുംബത്തെയും ശരീരത്തെയും കഴുകണമേ. ഹല്ലേലൂയ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 30-31 വാക്യങ്ങൾ അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുവാൻ പിതാവേ കരം നീട്ടണമേ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കരങ്ങളൊന്ന് ഉയർത്തിക്കേ, എന്നിട്ട് ശക്തമായിട്ടൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഉറക്കെ ഹല്ലേലൂയ പറഞ്ഞ് സ്തുതിച്ചേ. യേശുവേ എന്ന് വിളിച്ചേ. രക്ഷയുടെ നാമം, യേശുവിന്റെ നാമം, വിടുതലിന്റെ നാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. റോമർ 10:13 ഒരു വചനം ഇതാണ്: കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷ പ്രാപിക്കും. ഒന്ന് പറഞ്ഞ്, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷ പ്രാപിക്കും. നമ്മളൊരു കാര്യം ഏറ്റുപറയുമ്പോൾ, ഒരു വചനം ഏറ്റുപറയുമ്പോൾ, ആ പറയുന്ന വാക്കിന് ഏറ്റുപറയുമ്പോൾ 10,000 മടങ്ങ് ശക്തി ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഒരു വാക്ക് അതെന്താണേലും, നെഗറ്റീവാണേലും പോസിറ്റീവാണേലും, നമ്മൾ ഏറ്റുപറയുമ്പോൾ അതിന് 10,000 മടങ്ങ് ശക്തി ഉണ്ടാകും. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. 4-ാം അധ്യായം ഹെബ്രായ ലേഖനത്തിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു വചനം പറയുന്നുണ്ട്: പൂർവ്വപിതാക്കന്മാർ ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട് അവർ വിശ്വസിച്ചില്ല. എന്നാൽ ഇന്ന് വിശ്വസിക്കുന്നവരാകുന്ന നമ്മൾ ദൈവത്തിൻ്റെ സമാധാനത്തിലേക്കും ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും ദൈവത്തിൻ്റെ ശക്തിയിലേക്കും പ്രവേശിക്കും. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങളുണ്ടാകും. നിങ്ങൾ ഒത്തിരി വചനം കേട്ടിട്ടുള്ളവരാണ്. ഞാനൊരു വചനം പറയുകയാണ്: വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങളുണ്ടാകും. അവർ എൻ്റെ നാമത്തിൽ പിശാചിനെ പുറത്താക്കും, രോഗിയുടെ മേൽ കരങ്ങൾ വയ്ക്കും, മാരകമായ എന്തു കുടിച്ചാലും അതവരെ ഉപദ്രവിക്കത്തില്ല. കർത്താവിൻ്റെ ഒരു വാഗ്ദത്തമാണിത്. 2 ഹെബ്രായ ലേഖനം 4:12-13 വചനം പറയുന്നു: ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്കറിയാം സജീവമാണ്, ഊർജ്ജസ്വലമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്, ആത്മാവിലും ചേതനയിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും അസ്ഥിയിലും ഹാർട്ടിലും ലങ്സിലും തലച്ചോറിലുമെല്ലാം തുളച്ചു കയറുന്ന വചനമാണ്. എന്നെ ഒന്ന് ശ്രദ്ധിക്കണമേ. ഇതിൻ്റെ അകത്തൊരു വചനത്തിൻ്റെ ഒരു പോയിൻ്റുണ്ട്. നിങ്ങളിപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലച്ചോറിൻ്റെ അകത്തേക്ക് ഈ വചനം കടന്നു വരും, അസ്ഥിക്കകത്തേക്ക് ഈ വചനം കടന്നു വരും, രക്തത്തിലേക്ക് ഈ വചനം കടന്നു വരും, മജ്ജയിലേക്ക് ഈ വചനം കടന്നു വരും, ഹാർട്ടിലേക്ക് കടന്നു വരും, ലങ്സിലേക്ക് കടന്നു വരും, ശരീരത്തിലെ എല്ലാ മേഖലയിലേക്കും ഈ വചനം കടന്നു വരും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനം നമ്മുടെ രോഗമുള്ള ഭാഗത്തേക്ക് കടന്നു വരും, അസ്വസ്ഥതയുടെ മേഖലയിലേക്ക് ഈ വചനം കടന്നു വരും. എവിടെയാണ് തകർച്ചയുള്ളത് അവിടുത്തെ തകർച്ച മാറിയിട്ട് ഉയർച്ച കൊണ്ടുവരും, പരാജയം മാറിയിട്ട് വിജയം കൊണ്ടുവരും, ദുഃഖം മാറിയിട്ട് ആനന്ദം കൊണ്ടുവരും. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ: അതിനെ വിശ്വസിക്കണം, അതിനെ ഏറ്റുപറയണം, അത് മുറുകെ പിടിക്കണം. അപ്പോഴാണ് സംഭവം നടക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. 1 സുഭാഷിതങ്ങൾ 18:21 വചനം. സുഭാഷിതങ്ങൾ 18:21 ഈ വചനം നിങ്ങൾ നേറ്റെടുക്കണേ. നേറ്റ് പറഞ്ഞേ. ദൈവത്തിൻ്റെ വചനം പറഞ്ഞേ. ദൈവത്തിൻ്റെ വചനം എൻ്റെ നാവിൽ ദൈവം വെച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ജീവനാണ്,
ശക്തിയാണ്, സൗഖ്യമാണ്, വിടുതലാണ്, സംരക്ഷണമാണ്, പരിപാലനയാണ്. ഹല്ലേലൂയ. വചനം ഇങ്ങനെ പറയുന്നത്, ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. ഇച്ചിരൂടെ മലയാളീകരിച്ച് പറയാം, ജീവനെ നശിപ്പിക്കാനും പുലർത്താനും നാവിന് കഴിയും. എന്തിനു കഴിയും? നാവിന്. ആരുടെ നാവിന് കഴിയും? നമ്മുടെ നാവിന്. അപ്പം നമ്മുടെ ജീവനെ നശിപ്പിക്കാൻ, മറ്റുള്ളവരുടെ ജീവനെ നശിപ്പിക്കാൻ, മറ്റുള്ളവരുടെ ജീവനെ പുലർത്താൻ, മറ്റുള്ളവരുടെ ജീവനെ വർദ്ധിപ്പിക്കാൻ നമ്മുടെ വാക്കുകൾക്ക് കഴിയും, നമ്മുടെ നാവിന് കഴിയും. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഒന്നുകൂടെ ശ്രദ്ധിച്ചേ, ജീവനെ നശിപ്പിക്കാനും പുലർത്താനും നമ്മുടെ നാവിന് കഴിയും. അപ്പം ജീവനും നാശവും എവിടെ വെച്ചിട്ടുണ്ട്? നമ്മുടെ നാവിൽ വെച്ചിട്ടുണ്ട്. എവിടെ വെച്ചിട്ടുണ്ട്? നമ്മുടെ നാവിൽ വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. എന്നെ ശ്രദ്ധിക്കണേ, ഒരു വ്യക്തിയെ എഴുന്നേൽപ്പിക്കാനും ജീവൻ കൊടുക്കാനും ശക്തി കൊടുക്കാനും ബലപ്പെടുത്തുവാനും നമ്മുടെ നാവിൽ ദൈവം ജീവനും ശക്തിയും വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു വ്യക്തിയെ തളർത്താനും ഇരുത്താനും പരാജയപ്പെടുത്താനും മുറിവേൽപ്പിക്കാനും നമ്മുടെ നാവിൽ ദൈവം ശക്തി വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും നമ്മുടെ നാവിലാണ് വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. നമ്മൾ വളരെ നിസ്സാരമായിട്ട് കരുതുന്ന വാക്കുകൾ അസാധാരണമായ പവർ ഉണ്ടെന്നറിയണം. അത് നെഗറ്റീവിനാണേലും പോസിറ്റീവിനാണേലും. ചേട്ടാ, ഞാനൊരു ഇതൊന്നൊരിക്കൽ വെളിപാട് പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം. വെളിപാട് 16:13 ഒന്ന് പറഞ്ഞേ. സർപ്പത്തിൻ്റെ വായിൽ നിന്നും മൃഗത്തിൻ്റെ വായിൽ നിന്നും കള്ളപ്രവാചകൻ്റെ വായിൽ നിന്നും പുറപ്പെട്ട തവളകൾ പോലുള്ള 3 അശുദ്ധാത്മാക്കളെ ഞാൻ കണ്ടു. കണ്ടോ? നെഗറ്റീവ് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ നാവിൽ നിന്ന് അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നെന്ന്. പിശാചി വന്ന് എന്താ സംഭവിക്കുന്നത്? ഞാൻ പറഞ്ഞില്ല, ഇത് വചനം പറയുന്നതാണ്. നെഗറ്റീവ് പറയുന്നവരുടെ വായിൽ നിന്ന് അശുദ്ധാത്മാക്കൾ പോലുള്ള തവളകൾ പോലുള്ള 3 അങ്ങനെയല്ലേ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്ന എന്ന് പറഞ്ഞാൽ അതിന് എണ്ണമില്ലെന്നുള്ളതാണ് 3 എന്നൊക്കെ പറയുന്നത്. അപ്പം നമ്മളൊരു നെഗറ്റീവ് പറയുമ്പോൾ നമ്മളിൽ നിന്ന് എന്താ പുറപ്പെടുന്നത്? അശുദ്ധാത്മാക്കൾ. സമ്മതിച്ചോ? സമ്മതിച്ചു. എന്നാൽ പോസിറ്റീവ് പറയുമ്പോഴോ, യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങൾ താഴോട്ട് വായിക്കുകയാണെങ്കിൽ ഈശോ പറയാ, വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ഇപ്പം വിശ്വസിക്കുന്നവരുടെ നാക്കിൽ നിന്ന് എന്താ പുറപ്പെടുന്നത്? ജീവനുണ്ടാകുന്ന അരുവികൾ. അതായത് അരുവിയെ നമ്മൾ തുറന്നു വിടുകയാണ് ചെയ്യുന്നത്. ജീവൻ്റെ ഉറവയെ തുറന്നു വിടുകയാണ് ചെയ്യുന്നത്. ശക്തിയുടെ ഉറവയെ തുറന്നു വിടുകയാണ് ചെയ്യുന്നത്. സൗഖ്യത്തിൻ്റെ ഉറവയെ തുറന്നു വിടുകയാണ് ചെയ്യുന്നത്. വിടുതലിൻ്റെ ഉറവയെ തുറന്നു വിടുകയാണ് ചെയ്യുന്നത്. ഇത് രണ്ടും നമ്മുടെ നാവിലായിരിക്കുന്നത്. ഇതൊന്നും ഓർത്തോണം കേട്ടോ. സുഭാഷിതങ്ങൾ 18:21 ജീവനെ നശിപ്പിക്കാനും പുലർത്താനും നാവിന് കഴിയും. 2 നെഗറ്റീവ് പറയുമ്പോൾ, കുറ്റം പറയുമ്പോൾ, കുറവുകൾ പറയുമ്പോൾ, നാശത്തിൻ്റെ വാക്കുകൾ പറയുമ്പോൾ, ശപിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നുണ്ട്. നന്മകൾ പറയുമ്പോൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ജീവനും സമൃദ്ധിയും പ്രോത്സാഹനവും സന്തോഷവും സമാധാനവും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്നുണ്ട്. ഇനി നോക്കണേ, 2 ഉറവകളും നമ്മുടെ ഹൃദയത്തിലുണ്ട്. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 44 മുതലൊന്ന് വായിക്കാം. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം. ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു. മുൾച്ചെടിയിൽ നിന്ന് അത്തിപ്പഴമോ എരിഞ്ഞിൽ നിന്ന് മുന്തിരിപ്പഴമോ ലഭിക്കുന്നില്ലല്ലോ. നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. നോക്കിയേ, നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് 2 നിക്ഷേപങ്ങളുണ്ട്, 2 ഭണ്ഡാരങ്ങളുണ്ട്. ഒന്ന് നന്മയുടെ ഭണ്ഡാരവും 2 തിന്മയുടെ ഭണ്ഡാരവും. അപ്പം ഇത് എങ്ങനെ ഏതിനോടാണോ നമ്മൾ കൂട്ടുചേരുന്നത് അതനുസരിച്ച് ഇത് വർദ്ധിക്കാൻ തുടങ്ങും. ഇപ്പം ഭയം പറയുന്ന, ഭയത്തിൻ്റെ വാക്കുകൾ പറയുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് നമ്മൾ കുറേ സമയം ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ സമയം കഴിയുമ്പോഴത്തേനും നമ്മളിലേക്ക് ഭയം കയറാൻ തുടങ്ങും. അതേസമയം ധൈര്യത്തിൻ്റെ വാക്കുകൾ പറയുന്ന ഒരു വ്യക്തിയുടെ അടുക്കൽ നമ്മൾ കുറേ നേരം ഇരുന്ന് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ധൈര്യം ഉണ്ടാകാൻ തുടങ്ങും. ഏറ്റവും വലിയ എനർജി കിട്ടുന്നത് മനുഷ്യൻ്റെ വാക്കിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന പവറിലൂടെയാണ്. നമ്മുടെ ആരുമായിട്ട് കൂട്ടുചേരുന്നോ അവരിലുള്ള എന്താണോ അത് നമ്മിലേക്ക് വരാൻ തുടങ്ങും. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ദാവീദിൻ്റെ കൂടെ കുറേ പട്ടാളക്കാർ കൂടി.
ഭയമുണ്ടായിരുന്ന പട്ടാളക്കാർ ദാവീദിൻ്റെ കൂടെ കൂടി കുറേ കാലം കഴിഞ്ഞപ്പോൾ ഭയമുണ്ടായിരുന്ന പട്ടാളക്കാർ ധൈര്യമുള്ളവരായി മാറി. കാരണം ദാവീദിന് അസാധാരണമായ ധൈര്യം ഉണ്ടായിരുന്നു. ദാവീദിനെ കൊല്ലാൻ വേണ്ടി സാവൂൾ രാജ ഓടിക്കുന്ന സമയത്ത് അദുല്ലാം ഗുഹയിൽ കയറി ദാവീദ് പറയുന്നത്, ദൈവമേ ഞാൻ നശിച്ചു പോകുന്നു, ഇവൻ എന്നെ ഓടിക്കുന്നത്, എൻ്റെ ജീവിതം ഇങ്ങനെയായാലോ എന്നല്ല പറയുന്നത്. ആ സമയത്ത് എഴുതിയതാ 23-ാം സങ്കീർത്തനം. നമുക്കറിയാവുന്ന ശത്രു ഓടിക്കുമ്പോൾ, കൊല്ലാൻ വേണ്ടി ഓടിക്കുമ്പോൾ ദാവീദ് വിളിച്ചു പറയുന്നത് എന്താണ്? കർത്താവെൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. കണ്ടോ, നമ്മളാണ് സാറിന് എന്താണ് പറയുന്നത്? നമ്മളെ കൊല്ലാൻ വേണ്ടി വരുമ്പോഴത്തേനും ഇല്ലേ, ഈ കോവിഡൊക്കെ വരുന്ന സമയത്ത് നമ്മളെന്താ പറയുന്നത്? ദൈവമേ ഇതെന്തൊരവസ്ഥയാണ്, ഭയത്തിൻ്റെ വാക്കുകളാണ് പറയാൻ തുടങ്ങുന്നത്. പക്ഷേ ദാവീദ് നേരെ തിരിച്ച് തൻ്റെ കൂടെയുള്ള ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചും ദൈവം നൽകുന്ന ധൈര്യത്തെക്കുറിച്ചും പറയാൻ തുടങ്ങി. ഹല്ലേലൂയ പറഞ്ഞേ. ഒരു വീട്ടിൽ അപ്പനും അമ്മയും പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ധൈര്യവും ശക്തിയും ആത്മവിശ്വാസവും ഉള്ളവരായി അവർ വളർന്നു വരും. മാതാപിതാക്കൾ പറയുന്ന വാക്കുകൾക്കനുസരിച്ചാണ് ആ കുടുംബം കെട്ടിപ്പണിയുന്നത്, ബേസ് ഇടുന്നത്, അടിസ്ഥാനമിടുന്നത്. നിങ്ങൾ എന്തു പറയുന്നുവോ അത് നിങ്ങളുടെ കുടുംബത്തെ പണിതുകൊണ്ടിരിക്കുക. പണ്ടൊരു പാട്ടുണ്ട്, നമുക്ക് നാമെ പണിവത് നാഗവും നരകവും, രണ്ടും നമ്മൾ തന്നെയാണ് പണിയുന്നതെന്ന്. നിങ്ങൾ ഒരിക്കലും ഗോതമ്പ് വിതച്ചിട്ട് നെല്ല് കൊയ്യാൻ വേണ്ടി നടക്കത്തില്ല. നെല്ല് വിതച്ചിട്ട് ഗോതമ്പ് കൊയ്യാനും ചെന്നാൽ പറ്റത്തില്ല. നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഒരിക്കൽ പോലും ആ റിസൾട്ട് വരത്തില്ല. അതുകൊണ്ട് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട, ദൈവം എന്തിനാണ് നാക്കിന് ഇത്രമാത്രം പവർ തന്നിരിക്കുന്നത്? നിങ്ങൾ ബൈബിൾ എടുത്ത് നോക്കി, അതിൻ്റെ ഒരു 50% കാര്യങ്ങളും നാവിനെക്കുറിച്ചാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത് നാവിലൂടെ പറയുന്ന വാക്കുകൾ കൊണ്ടാണ്. നിങ്ങൾക്കറിയാവോ, ദൈവം അതൊരു മാതൃക കാണിച്ചു തരുന്ന, ദൈവം ഇരുന്ന് ചിന്തിച്ചാലും തമ്പുരാൻ എന്നിങ്ങനെ ചിന്തിച്ചാലും സൃഷ്ടി നടക്കും. പക്ഷേ തൻ്റെ മക്കൾക്ക് ദൈവം കാണിച്ചു കൊടുത്തിരിക്കുന്നതാണ് വാക്കുകൊണ്ടാണ് സകലത്തെ സൃഷ്ടിക്കുന്നതെന്ന്. നിങ്ങൾ അയക്കുന്ന വാക്കുണ്ടല്ലോ, അത് അവിടുന്ന് പോകുന്നില്ല. ഫോണിൽ കൂടി പറയുന്ന വാക്കാണെങ്കിൽ എവിടെ നിന്ന് പറയുന്ന ആ മുറിയിൽ ആ വാക്ക് നിൽപ്പുണ്ട്. ഈ വാക്കൊരിക്കലും പോവുകയല്ല, അത് അവിടെ നിന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങും, പ്രവർത്തിക്കാൻ തുടങ്ങും. എവിടെയാണ് പറയുന്നത് ബൈബിളിൽ? മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ അകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഈശോയും ശിഷ്യന്മാരും മരത്തെ നോക്കി, അത്തിമരത്തെ നോക്കി പറഞ്ഞു, ഇനി ഒരിക്കലും നിന്നിന്ന് ഫലങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെന്ന്. അപ്പം നമ്മൾ പറയാതെ ഈശോയല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ഈശോയ്ക്ക് അതിനുള്ള ശക്തിയുണ്ട്. ആ മരം മൊത്തത്തിൽ ഉണങ്ങിപ്പോയി കേട്ടോ. അതിനുശേഷം രാവിലെ വന്നപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഇത് ഉണങ്ങിപ്പോയി. ഈശോ പറയുന്നത്, ഞാൻ ഈ ചെയ്തത് മാത്രമല്ല നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക. കണ്ടോ, നമ്മളോട് പറഞ്ഞിരിക്കുക, വിശ്വസിക്കുന്നവരോട് പറഞ്ഞിരിക്കുക, വിശ്വസിക്കുന്നവർക്ക് ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുന്ന. ഈശോ ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ വാക്കിൻ്റെ പവറിനെ കാണിച്ചു തരാനാണ് കർത്താവ് അത്തിയെ ഉണക്കി കാണിക്കുന്നത്. ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് ശപിക്കുന്നതല്ല, പത്രോസാണ് പറഞ്ഞ ശപിക്കുന്നതാണ്, പത്രോസിൻ്റെ ഭാഷയത്. പക്ഷേ ബൈബിൾ പണ്ഡിതന്മാർ പറഞ്ഞ വാക്കിൻ്റെ പവറിനെ കാണിച്ചു തരാനായിട്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നതാണ് അത്തിയെ കാണിച്ചിട്ട് ഉണങ്ങിപ്പോട്ടെന്ന്. അതേ പവറ് ദൈവം നമ്മുടെ നാവിൽ വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലായവർ ഒരു ഹല്ലേലൂയ പറയാം. കുറച്ച് പേർക്കേ മനസ്സിലായുള്ളൂ. ഈശോയിൽ നാവിലുള്ള അതേ പവറ് ദൈവം നമ്മുടെ നാവിൽ വെച്ചെന്ന്. അതുകൊണ്ട് ഈശോ പറഞ്ഞത്, ഞാൻ ചെയ്തത് മാത്രമല്ല ഇതിനേക്കാൾ വലിയവയും ആര് ചെയ്യും? നിങ്ങൾ ചെയ്യും. ഈശോ നുണ പറയോ? ഈശോ ചുമ്മാ തമാശ പറയോ? വ്യർത്ഥ ഭാഷണം പറയോ ഈശോ? ഇല്ല. നമ്മൾക്കത് ചെയ്യാൻ പറ്റുന്ന, കർത്താവിൻ്റെ ശക്തി കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് കർത്താവ് ഉറപ്പ് നൽകുന്നു. അത് ഈ ബന്ധനങ്ങൾ അഴിയാത്തതിൻ്റെ ഒരു കാരണം കർത്താവ് എന്നെ ഓർപ്പിക്കുക. ഞാനീ പറയുന്ന ഒരൊറ്റ വചനം പോലും വിട്ടേക്കരുത് കേട്ടോ. യേശയ്യ 28:22 നമ്മളൊന്ന് പറഞ്ഞത് ഒന്ന് പറഞ്ഞ്, യേശയ്യ 28:22 ഒന്ന് ഉറക്കെ പറയാം. നിങ്ങളത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉറയ്ക്കും. യേശയ്യ 28:22 ഒന്ന് വായിക്കേ. കണ്ടോ, ഈ പ്രാർത്ഥിച്ചാലും ഉപവസിച്ചാലും എന്തെല്ലാം നേർച്ച കാഴ്ചകൾ സമർപ്പിക്കാനും പൊട്ടാത്തൊരു ബന്ധനമുണ്ട്.
നിങ്ങളിപ്പോൾ എന്തെല്ലാമാണോ നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഭാരമായിട്ട് കിടക്കുന്നത്, ബ്ലോക്കായിട്ട് കിടക്കുന്നത്, അതൊന്നുകൂടെ മുറുകാനൊരു കാര്യമാണ് ബൈബിൾ പറയുന്നത്. മറ്റുള്ളവരെ നിന്ദിക്കുക, പരിഹസിക്കുക, വിധിക്കുക, കുറ്റം വിധിക്കുക, ഇതൊക്കെ ചെയ്താൽ നമ്മളിൽ കിടക്കുന്ന ഭയമാണെങ്കിൽ അതൊന്നുകൂടെ വർദ്ധിക്കാൻ തുടങ്ങും. ദുഃഖമാണെങ്കിൽ അതൊന്നുകൂടെ കുടുംബത്തിൽ വർദ്ധിക്കാൻ തുടങ്ങും. അനുസരണമില്ലാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ അവരുടെ അനുസരണക്കേട് വർദ്ധിക്കാൻ തുടങ്ങും. പാപമാണെങ്കിൽ അത് പിന്നെയും വർദ്ധിക്കാൻ തുടങ്ങും. പൊട്ടിയല്ലത്. അങ്ങനെ തന്നെയല്ലേ പറഞ്ഞേക്കുന്നേ? അതെ. നിന്ദിച്ചാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ കഠിനമാകുമെന്ന് പറഞ്ഞിരിക്കുക. നിന്ദിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ നാവിലെ വാക്കുകൊണ്ടാണ്. ഉദാഹരണം പറയാം. ഒരു വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ അവൻ അങ്ങനെയാണ്, അവൾ അങ്ങനെയാണ്, അവൾക്ക് ഇന്ന കുറവുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയാണ്, നേരത്തെ ഇങ്ങനെയായിരുന്നു, ഇപ്പം ഇങ്ങനെയാണ്, നിങ്ങളുടെ സ്വഭാവം ഇതല്ലേ, ഇപ്പം നീ ഇങ്ങനെയല്ലേ, നിൻ്റെ വീട്ടുകാരങ്ങനെ, അത് പറയും. ബോഡി ഷെയ്മിങ് ഒക്കെ നടത്തുമ്പോൾ നിൻ്റെ കണ്ണങ്ങനെയാണ്, കളർ അങ്ങനെയാണ്, നിനക്ക് കഴിവില്ല, നീ ഇന്ന കുറവുള്ളതാ, നീ ഒന്ന് ശരിയാകാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിധിക്കുമ്പോൾ നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ മേലും ബന്ധനങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കും. പൊട്ടത്തില്ല, അത് കഠിനമായിക്കൊണ്ടിരിക്കും. വചനം ഓർത്തുകൊള്ളണം. ഏശയ്യാ 28-22 ഇത് നല്ലവണ്ണം ശ്രദ്ധിക്കണം. നമ്മൾ ചിലരെയൊക്കെ ഈ അപ്പസ്തോലപ്രവർത്തനം 10-ാം അധ്യായത്തിൻ്റെ അകത്ത് പറയുന്നുണ്ട്, യഹൂദന്മാരാണല്ലോ ലോകത്തിലെ ഏറ്റവും ഉയർന്ന ജാതി, അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും ഹൈ ആയിട്ടുള്ള. അതുകൊണ്ടാണ് യഹൂദന്മാർ മറ്റൊരു വ്യക്തികളുമായിട്ട് ഇടപെടുകയല്ലാത്തതിൻ്റെ കാരണം. അവർക്കങ്ങനെ ചെയ്യാൻ പാടില്ല അവരുടെ നിയമം അനുസരിച്ച്. അപ്പം ഈ പത്രോസ് ശതാധിപൻ്റെ അവിടെ ചെല്ലുമ്പോൾ, കൊർന്നേലിയോസിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ പറയുന്നുണ്ട്, താഴ്ന്ന ജാതിക്കാരനുമായിട്ട് സമ്പർക്കം പുലർത്തുന്നത് എന്നും പറഞ്ഞിട്ടൊരു വാക്യം പറയുന്നുണ്ട്. പത്രോസ് ആ സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവം ആരെയും താഴ്ന്നവനെന്നോ വലിയവനെന്നോ വിളിക്കരുതെന്ന് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അതിനാണ് ഇതിൻ്റെ അകത്ത് ആ 4 മൃഗങ്ങൾ, ഇഴജന്തുക്കൾ എല്ലാത്തിനെയും കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഞാൻ വിശദീകരിച്ചതാണ് ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും, അതുകൊണ്ട് ജാതി കൂട്ടി വിളിക്കരുത് എന്ന് പറയുന്ന കർത്താവിൻ്റെ വാഗ്ദത്തമായി ഇതിൻ്റെ അകത്ത് കിടക്കുന്നത്. ഇതൊക്കെ ഇതിൻ്റെ അകത്തുണ്ടെന്നേ. അപ്പോഴാ കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്, നിൻ്റെ നാവിലൂടെ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ നിൻ്റെ ശരീരത്തിലും നിൻ്റെ കുടുംബത്തിലും ഉണ്ടാവും, മാറിപ്പോകത്തില്ല. അത്തിയോട് കർത്താവ് പറഞ്ഞു, ഇനി ഒരിക്കലും ഫലങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. കർത്താവ് ശിഷ്യന്മാരും പോയി, പക്ഷേ അത്തിവൃക്ഷത്തിൻ്റെ അടുത്ത് പറഞ്ഞ വാക്ക് നിന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. നിങ്ങൾ എന്തുകൊണ്ടാണ് ചില സമയത്ത് അകാരണമായ ഒരു സങ്കടം കയറി വരുന്നത്, ദുഃഖം കയറി വരുന്നത്? ഒരു കാരണമില്ല. നോക്കും, ചിലപ്പം ഭയം കയറി വരും, വെറുപ്പ് കയറി വരും. നമ്മൾ പറഞ്ഞിട്ടുള്ള ആ നെഗറ്റീവ് വാക്കിൻ്റെ ആത്മാവ് അവിടെ നിന്ന് പ്രവർത്തിക്കുന്നതാണ്. ഹല്ലേലൂയ. ഈശോയുടെ വചനം പറയുമ്പോൾ ഈശോയുടെ ആത്മാവും ജീവനും പുറപ്പെടുന്നത്. പിശാചിൻ്റെ വചനം പറയുമ്പോൾ, നെഗറ്റീവ് പറയുമ്പോൾ പിശാചിൻ്റെ ആത്മാവും ജീവനും അവിടെ നിന്ന് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങും. എന്നോട് ശുശ്രൂഷം പറയാ, ഒരു ചേച്ചി ഉണ്ടായിരുന്നെന്ന്. അവർ 100% ക്യാൻസർ വരുന്നതാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. എന്ത് കണ്ടാലും കുഞ്ഞുങ്ങളെ കണ്ടാലും അവരുടെ കുറ്റങ്ങൾ പറയും, കുറവുകൾ പറയും. കുഞ്ഞുങ്ങളെ കണ്ടാലും. ഇപ്പോൾ ഒരിക്കലൊരു ശുശ്രൂഷൻ അവരോട് വാണിംഗ് ചെയ്തു, നിങ്ങളുടെ ഈ സംസാരം ഭയങ്കരമായിട്ട് ജനത്തിന് അസ്വസ്ഥതയുണ്ടാക്കുന്നു, ശ്രദ്ധിക്കണമെന്ന് കർത്താവ് പറയുന്നു. അവർ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ നാവിൽ ഒരു ചെറിയ കുരു പോലെ ഉണ്ടായി, പയ്യെ വേദന തുടങ്ങി. ആശുപത്രിയിൽ പോയി പരിശോധിക്കുന്ന സമയത്ത് നാവ് കംപ്ലീറ്റ് ക്യാൻസറായി, മരിച്ചുപോയി. നാവിനെ കട്ട് ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് ആൾ മരിച്ചുപോയി. അപ്പം ഈ ജീവനും മരണവും നാവിലിരിക്കുക. നമ്മൾ പറയുന്ന വാക്കിന് അസാധാരണമായ പവറുണ്ട്. ഇപ്പം ട്രംപ് പറയുന്നത്, ഇല്ലെങ്കിൽ ഇസ്രായേൽ പ്രസിഡന്റ് പറയുന്നത്, പ്രധാനമന്ത്രി പറയുന്നത്, ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രസിഡന്റ് പറയുന്നത്, മുഖ്യമന്ത്രിയൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് ഭയങ്കര വിവാദമാകുന്നത്? നെഗറ്റീവ് പറയുമ്പോൾ ആ വാക്കിന് അതുപോലെ പവറുള്ളത് കൊണ്ടാണ്. പറഞ്ഞാൽ ആ ലോകത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യുമെന്നേ അവർ പറയുന്ന വാക്ക്. ജഡ്ജി വിധി പ്രസ്താവിക്കുന്നത് എങ്ങനെയാണ്? 2 പേര് പറയുന്ന വാക്കുകളെ എടുത്തുകൊണ്ടാണ്, വക്കീലന്മാർ പറയുന്ന, ഇല്ലെങ്കിൽ ആ വാദിയും പ്രതിയും പറയുന്ന വാക്കുകളെ എടുത്തുകൊണ്ടാണ്, ബേസ് ചെയ്തുകൊണ്ടാണ് വിധി പ്രഖ്യാപിക്കുന്നത്. വാക്കുകൊണ്ടാണ് വിധി പ്രഖ്യാപിക്കുന്നത്. ഇന്ന കാരണം പറഞ്ഞു, ഇന്ന കാരണം ചെയ്തു, അതെല്ലാം വാക്കിലൂടെയാണ് പറഞ്ഞ് വിധി പ്രഖ്യാപിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ സീരിയസ് ആണ് നമ്മൾ പറയുന്ന വാക്കുകൾ. നിങ്ങൾക്കറിയാവോ,
നെഗറ്റീവ് പറയുന്ന വാക്കുകളിൽ നമ്മുടെ ഹാർട്ടിനെ വീക്കാക്കുന്നുണ്ട്. ലങ്സിനെ, ശ്വാസകോശത്തെ വീക്കാക്കുന്നുണ്ട്, തലച്ചോറിനെ വീക്കാക്കുന്നുണ്ട്, ബ്ലഡ് സർക്കുലേഷനെ വീക്കാക്കുന്നുണ്ട്. സ്ഥിരമായിട്ട് നെഗറ്റീവ് പറയുന്നവർ നിങ്ങൾ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്തോ? നോർമൽ ആയിരിക്കില്ല. അതേസമയം നിങ്ങൾ പോസിറ്റീവ് പറഞ്ഞ് ഒരു മണിക്കൂർ നേരം പോസിറ്റീവ് പറഞ്ഞതിന് ശേഷം, വചനം ഏറ്റു പറഞ്ഞതിന് ശേഷം നിങ്ങൾ പോയി നിങ്ങളുടെ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്തോ? കറക്റ്റ് നോർമലായിരിക്കും. ഇത് പാരമ്പര്യമായിട്ടും കിട്ടുന്നതുണ്ടെന്നേ. അമ്മയും അപ്പനും ഒക്കെ ഇങ്ങനെ അമിതമായിട്ട് സംസാരിക്കുന്നവരാണ്. മക്കളിൽ നല്ല ശതമാനം ആൾക്കാരും അമിതമായിട്ട് സംസാരിക്കുന്നവരായിരിക്കും. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. 2, നിങ്ങളുടെ റേഞ്ച് നിശ്ചയിക്കുന്നത് നിങ്ങളുടെ സംസാരം നോക്കിയാ. നിങ്ങളുടെ കൾച്ചർ എന്താണെന്ന് മനസ്സിലാകുന്നത് നമ്മൾ സംസാരിക്കുന്നത് നോക്കിയാ. മദ്യപിക്കുന്ന അപ്പൻ ഒരിക്കലും ചെന്ന് മദ്യപിക്കുന്ന മക്കളോട് എന്ന് പറയാൻ പറ്റത്തില്ല, മദ്യപിക്കുന്നത് തെറ്റാന്ന് പറയാൻ പറ്റത്തില്ല. മാതാപിതാക്കൾക്കും പറയാൻ പറ്റത്തില്ല. എന്ത് ചെയ്യുന്നോ അത് മക്കൾ ചെയ്തിരിക്കും, നമ്മുടെ കുടുംബത്ത് അത് നടന്നിരിക്കും. കുവൈറ്റിലുണ്ടായിരുന്ന ഒരമ്മച്ചി അമേരിക്കയിലുള്ള തൻ്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും, അടുത്ത കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. എല്ലാ ദിവസവും അമ്മച്ചി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഉന്നതമായ രീതിയിൽ ആ കുടുംബം സമൃദ്ധിയിലേക്ക് കയറാൻ തുടങ്ങി. വിശ്വാസത്തിലും വിശുദ്ധിയിലും ആരോഗ്യത്തിലും എല്ലാത്തിലും സക്സസ്സുകൾ മാത്രമേ അവരുടെ ലൈഫിലുണ്ടായിരുന്നുള്ളൂ. എന്താണ്? മാതാപിതാക്കൾ അധികാര സ്ഥാനത്താണ് നിൽക്കുന്നത്. ദൈവം അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത്. ഞാൻ ഒരു പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ പറഞ്ഞ, സ്ഥിരം വന്നവർക്കറിയാം, 4 അധികാര സ്ഥാനങ്ങളാണ് ഉള്ളത്. 1 മാതാപിതാക്കൾ, 2 ഗുരുക്കന്മാർ, 3 അഭിഷിക്തർ, 4 ഭരണാധികാരികൾ. ഈ 4 പേരും അധികാരത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഇവർ പറയുന്ന വാക്കുകൾക്ക് അസാധാരണമായ പവറുണ്ട്. ഈ ലോകത്തിലെ ഒരു പ്രധാനമന്ത്രിയെ, പ്രസിഡന്റിനേക്കാൾ പവറാണ് മാതാപിതാക്കൾക്ക് ദൈവം ഇട്ടിരിക്കുന്നത്. പറഞ്ഞതാ. ഹൃദയം നുറുങ്ങിയ ഒരു അപ്പനും അമ്മയും കൂടെ പറഞ്ഞാൽ അത് പറഞ്ഞതാ തലമുറയ്ക്ക്. കിട്ടിയിട്ടുള്ള ശാപവാക്കുകൾ പരിശുദ്ധ കുർബാനയിലേക്ക് സമർപ്പിക്കണം. കാരണവന്മാർ മരിച്ചു പോയിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുള്ള വാക്കുകൾ പരിശുദ്ധ കുർബാനയിലേക്ക് സമർപ്പിക്കുമ്പോഴേ അത് പൊട്ടത്തുള്ളൂ. ബലിയിലാണ് അതെല്ലാം തകർക്കപ്പെടുന്നത്. നമ്മളും പറഞ്ഞിട്ടുണ്ട്, ആ വാക്കുകൾ കൃത്യമായിട്ട് വീണിട്ടുണ്ട്. നമ്മളെല്ലാം ഇന്നാളൊരു അമ്മച്ചി പറഞ്ഞു, ഞാൻ ചുമ്മാ ഇങ്ങനെ കോപം ഉണ്ടാകുമ്പോൾ തമാശന് പറയുന്നതാണ്. 10ാം ക്ലാസ് എഴുതിയെന്ന ഫുൾ മാർക്ക് മേടിച്ച് ജയിച്ചിരുന്ന കൊച്ച് 2 പ്രാവശ്യം പരീക്ഷ എഴുതിയിട്ടും 10ാം ക്ലാസ് വിജയിച്ചില്ല. അമ്മ ഈ കൊച്ചിനെ നോക്കി പറഞ്ഞു, മറ്റുള്ളവർ പഠിക്കുമ്പോൾ ഈ കൊച്ച് പഠിക്കാതിരിക്കും പറഞ്ഞു, നീ ഒരിക്കലും ഗതി പിടിക്കത്തില്ല, നിനക്കൊരിക്കലും ജയം ഉണ്ടാകത്തില്ല, നീ മറ്റുള്ളവരുടെ മുന്നിൽ പരിഹസിക്കപ്പെടും. അതേപോലെ സംഭവിച്ചു. ഒരു ഹെഡ് മാസ്റ്ററുടെ വൈഫാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. അവസാനം പ്രാർത്ഥിക്കാനായിട്ട് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് എന്നോട് പറഞ്ഞു, ഈ കൊച്ചിൻ്റെ മേൽ മാതാവിൻ്റെ നെഗറ്റീവ് വാക്ക്, അതോറിറ്റിയുടെ വാക്ക് കിടപ്പുണ്ടെന്ന്, നെഗറ്റീവായിട്ടുള്ളത്. അവസാനം അരുവിത്രപ്പള്ളിയുടെ തൊട്ട് മുൻവശമായിട്ടൊരു വീട്ടിൽ വെച്ചാണ് ഈ സംഭവം. ഞാൻ ആ കുട്ടിയുടെ തലയിൽ അമ്മയെക്കൊണ്ട് കൈ വെപ്പിച്ചിട്ട് അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു. ദൈവം നിന്നെ അനുഗ്രഹിക്കും. അമ്മ അറിയാതെ പറഞ്ഞതാ. ദൈവം നിന്നെ വർദ്ധിപ്പിക്കും, നീ വിജയിക്കും, നീ ഉന്നതി പ്രാപിക്കും. ആ പ്രാവശ്യം പരീക്ഷ എഴുതി ഏറ്റവും നല്ല മാർക്കോട്ട് പാസ് ഔട്ടായി. ഇന്ന് വിദേശത്ത് ഒരു നേഴ്സായിട്ട് പെൺകുട്ടി ജോലി ചെയ്യുക. അപ്പം നമ്മുടെ വാക്കുകൾ നമ്മുടെ കുടുംബത്തെ, അനുഗ്രഹത്തെ, സമൃദ്ധിയെ, വിജയത്തെ, കുഞ്ഞുങ്ങളെ, ജീവിത പങ്കാളി, മാതാപിതാക്കളെ, സഹോദരങ്ങളൊക്കെ പിടിച്ചു നിർത്തും. അവരെ ഭാവി ജീവിതത്തെ സ്ലോ ചെയ്യും. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഒന്നുകൂടി പറഞ്ഞേ. നിങ്ങൾക്കിത് ഞാനിത് പറയുമ്പോൾ ഉണ്ടല്ലോ, ദൈവം സംസാരിക്കുമ്പോഴും പിശാച് സംസാരിക്കും. നിങ്ങളുടെ ചിന്തയിൽ ഇപ്പം വരുന്ന നെഗറ്റീവ് ചിന്ത പിശാച് സംസാരിക്കുന്ന. ഞാനിത് പറഞ്ഞിട്ട് അതങ്ങനെയാണോ, അതങ്ങനെ നടക്കുമോ, ഇതിങ്ങനെ നടക്കുമോ? ഉറപ്പായിട്ടും നടന്നിരിക്കും. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. സയനൈഡ് കഴിച്ചിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും വിശ്വസിക്കുന്നില്ലെന്ന് പറഞ്ഞാലും സംഭവിച്ചിരിക്കും, മരണം സംഭവിച്ചിരിക്കും. ഒരു പുള്ളി പറയാം, ഞാൻ സയനൈഡ് കഴിച്ചു, എന്നിട്ട് ഞാനിത് വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാലും അത് സംഭവിക്കും. നടക്കുകയല്ലേ? നടക്കും. അത്ര പവറാണ് ദൈവം മാതാപിതാക്കൾക്ക് നൽകിയിരിക്കുന്നത്. നമ്മളൊരു വാക്കൊക്കെ പറയുമ്പോൾ ചുമ്മാ അങ്ങ് പറഞ്ഞു പോവുക. ഞാൻ ഇതിൻ്റെ അപകടം മനസ്സിലായതുകൊണ്ടല്ലോ പിന്നെ നമ്മൾ അധികം നേരം സംസാരിക്കത്തില്ല, മൗനമായിരിക്കും, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും.
തളർന്നു കിടന്ന എത്രയോ വ്യക്തികൾ ചാടി എഴുന്നേറ്റ് ഓടിയിട്ടുണ്ടെന്നറിയാം കർത്താവിൻ്റെ നാമത്തിൽ. അവരെ പ്രതീക്ഷ മുഴുവൻ തകർന്ന് ബെത്സേദ കുളക്കരയിൽ 38 വർഷമായിട്ട് കിടന്നൊരു വ്യക്തിയോട് ഈശോ എന്നിട്ട് ചോദിച്ചു സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന്. അവൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. കർത്താവ് പറഞ്ഞു നീ വിശ്വസിക്കുന്നെങ്കിൽ കിടക്കയെടുത്തിപ്പം നടക്കാൻ പറഞ്ഞു. ആ സമയത്ത് അവൻ്റെ വാക്കാണ് ദൈവം അയച്ചത്. ശരീരത്തിലേക്ക് ശക്തി ഇറങ്ങി, എഴുന്നേറ്റ് നടന്നു. മരിച്ച തബീത്താടെ അടുക്ക ചെന്നിട്ട് പത്രോസാണ് പറഞ്ഞത്, അഭിഷേകം പ്രാപിച്ച ദൈവിക ശക്തി പ്രാപിച്ച വാക്കിൻ്റെ ശക്തി അറിയാവുന്ന പത്രോസാണ് പറഞ്ഞത് തബീത്തായുടെ മരിച്ചവരോട് എഴുന്നേക്കാൻ പറഞ്ഞത്. ആ പെൺകുട്ടി എഴുന്നേറ്റിരുന്നു. എത്ര വലിയ പവറാണ് നമ്മുടെ നാവിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്നത്. ക്രിയേറ്റീവ് ആകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ ഞാനീ പറയുന്നേ? ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഒന്നുകൂടി പറഞ്ഞേ, ഹല്ലേലൂയ. ഈ നമ്മുടെ ഈ നാവ് പറയുന്ന കാര്യങ്ങൾ നേരെ തലച്ചോറിലെ സുഷുമ്ന നാഡീവ്യൂഹത്തിലേക്ക് ചെല്ലും. സയൻസ് പഠിച്ചവർക്കറിയാം. ഈ സുഷുമ്ന നാഡീവ്യൂഹമാണ് ശരീരത്തിലെ ഞരമ്പുകളിലോട് അവയവങ്ങളോട് ഓർഡർ കൊടുക്കുന്നത്, കമാൻഡ് ചെയ്യുന്നത്. അതുപോലെ ആയിക്കോളാൻ, നാവ് എന്ത് പറയുന്നത് അതുപോലെ ആയിക്കോളാൻ. ഇത് സയൻസ് തെളിയിച്ച കാര്യമാണ്. എന്നാൽ യാക്കോബ് ശ്ലീഹ 3-ാം ലേഖനത്തെ മുഴുവൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ കാണാം, അത് നമ്മുടെ ശരീരത്തിലെ നാവിൻ്റെ സംസാരത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. വലിയ കപ്പലുകൾ ചെറിയ സ്റ്റിയറിംഗ് എന്ന് പറയാം. ഇന്നിപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് സ്റ്റിയറിംഗ് ഉപയോഗിച്ച് ഒരു കപ്പിത്താൻ തിരിച്ച് അതിനെ കൺട്രോൾ ചെയ്ത് നയിക്കുന്നത് പോലെ, ഇല്ല ഇവിടുത്തെ വലിയ വാഹനങ്ങൾ, കരയിൽ ഓടുന്ന വലിയ വലിയ വാഹനങ്ങൾ, ചെറുതും വലുതായിട്ടുള്ള വാഹനങ്ങൾ സ്റ്റിയറിങ്ങിനെ കൺട്രോൾ ചെയ്ത് ആ ഡ്രൈവർ തിരിക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തെ നാവാണ് കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശരീരത്തിന് പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ ശരീരത്തിന് കൊടുക്കണം. ആരോഗ്യത്തിൻ്റെ വാക്കുകൾ, നന്മയുടെ വാക്കുകൾ, പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ, ധൈര്യത്തിൻ്റെ വാക്കുകൾ, വിശ്വാസത്തിൻ്റെ വാക്കുകൾ, പ്രത്യാശയുടെ വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടണം. അത് നമ്മുടെ ശരീരത്തെ മുഴുവൻ ആന്തരിക അവയവങ്ങളെയും ബാഹ്യ അവയവങ്ങളെയും എല്ലാം ബാധിക്കും. ഞങ്ങളുടെ ഉഴവൂർ ഹോസ്പിറ്റലിൽ 4-5 ഡോക്ടർമാരിരിക്കുക. ആ ഇരിക്കുന്ന സമയത്ത് ഒരു ഡോക്ടറുടെ അടുത്ത് ആൾക്കാരിങ്ങനെ ക്യൂ നിൽക്കുക. ബാക്കിയുള്ളവരുടെ അടുത്ത് ആരും ഇല്ലെങ്കിലും അങ്ങോട്ട് ആൾക്കാർ പോവുകയല്ല. അതിൻ്റെ കാരണം ഈ ഡോക്ടർ തൻ്റെ അടുക്കൽ വരുന്ന രോഗികളോട്, എത്ര പ്രായമുള്ളവരാണും പ്രായം കുറഞ്ഞവരോടാണേലും, അത് രോഗം പറയുന്ന സമയത്ത് ഡോക്ടർ ചോദിക്കും അതിനെന്താ പ്രശ്നം, നമുക്ക് 2-3 ദിവസം മരുന്ന് കഴിക്കാവുന്നേ, അതങ്ങ് മാറും. അത് ചിരിച്ചോണ്ടാണ് പുള്ളി സംസാരിക്കുന്നത്. പ്രായമുള്ളവരാണെങ്കിൽ അവരുടെ ദേഹത്തൊക്കെ ഒന്ന് തട്ടിയിട്ട് സാരമില്ലെന്നേ, അതൊക്കെ നമുക്ക് 2-3 ദിവസം മരുന്നങ്ങ് കഴിച്ച് കഴിഞ്ഞാൽ മാറിക്കോളും, എന്നിട്ട് കഴിച്ചിട്ട് വാ. ഇല്ല പ്രായമുള്ളവർ അമ്മച്ചി ഇതങ്ങ് കഴിച്ചിട്ട് 2-3 ദിവസം കഴിഞ്ഞ് വാ, നമുക്ക് വീണ്ടും അങ്ങോട്ടും തുടങ്ങാവുന്നേ. അതൊക്കെ പറയുമ്പോൾ ഒരു പകുതിയിലധികം രോഗം മാറിയിട്ടാണ് ഈ അമ്മച്ചിമാരൊക്കെ എഴുന്നേറ്റ് വരുന്നത്, ഇല്ലെങ്കിൽ അപ്പച്ചന്മാരൊക്കെ എഴുന്നേറ്റ് വരുന്നത്. എന്താണ്? ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന അതേ MBBS അതുപോലെ ഡിഗ്രി എടുത്തവരാണ് അടുത്ത 4 പേരിരിക്കുന്നത്. അവരുടെ അടുത്തോട്ട് ആൾക്കാർ പോവുകയല്ല. ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ മാത്രം, ഇദ്ദേഹം വരാൻ വേണ്ടി ആൾക്കാർ അവിടെ നിൽക്കുക. വരുന്നില്ലെന്ന് നേഴ്സുമാർ പറഞ്ഞെങ്കിൽ മാത്രമേ അവർ തിരിച്ചു പോവുള്ളൂ, വേറെ ഡോക്ടർമാരെ കാണിക്കുകയുള്ളൂ. എന്നാലും അവർക്കത്ര തൃപ്തിയൊന്നുമില്ല, ഈ പുള്ളി വരണം. വീട്ടിൽ പോസിറ്റീവ് വാക്ക് പറയുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങൾ ഇല്ലെങ്കിൽ അവരൊക്കെ ഉണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് പിള്ളേർക്കും പുറത്തുള്ളവർക്കൊക്കെ വരാനായിട്ട് പ്രത്യേക ഒരു താല്പര്യം ഉണ്ടാകും. നെഗറ്റീവ് പറയുന്നവരുടെ അടുക്കലൊന്നും ആൾക്കാരധികം പോയിരിക്കുകയല്ല. അതേസമയം മറ്റുള്ളവരെ സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയുടെ അടുക്കലേക്ക് ആൾക്കാർ എപ്പോഴും ചെല്ലാനായിട്ട് താല്പര്യപ്പെടും. ഞങ്ങൾ കൊല്ലത്തൊരു കൺവെൻഷൻ കഴിഞ്ഞ് പോരുമ്പോൾ എൻ്റെ കൂട്ടത്തിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ഒരു പുള്ളിയുണ്ട്. പുള്ളി ശുശ്രൂഷനാണ്. പുള്ളി എന്നോട് ചോദിച്ചു, ഒരു 10 മണിയായി, 9:10 ആയി രാത്രിയിൽ. അപ്പോൾ പുള്ളിക്ക് കോലഞ്ചേരി ചെല്ലണം. ഞങ്ങൾ ചെങ്ങന്നൂരായതുള്ളൂ. പുള്ളി എന്നോട് ചോദിച്ചു ഇപ്പോൾ സമയം എന്തേരായി? ഞാൻ പറഞ്ഞു 10:30 ഒക്കെ ആയി. അപ്പം പുള്ളി പറഞ്ഞു അപ്പോൾ 12-12:30 ആകും വീട്ടിൽ ചെല്ലണമെന്നുണ്ടെങ്കിൽ. ഇനിയിപ്പം വണ്ടി വയ്യ ഓടിച്ചാൽ മതി, കാരണം 10 മണി കഴിഞ്ഞാൽ വാതിൽ തുറക്കുകയായിരുന്നു. ഭാര്യ വാതിൽ തുറക്കുക, അത് കാരണം പുള്ളി വയ്യെ. അതൊക്കെ അവിടുത്തെ ആരാ വീട്ടിലോട്ട് പോകാൻ വേണ്ടി താല്പര്യപ്പെടുന്നത്? അതേസമയം ചെല്ലുന്ന രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ 3 ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കണേ. 1 രാവിലെ എഴുന്നേൽക്കുമ്പോൾ, 2 പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, 3 കിടക്കുമ്പോൾ, ഈ 3 സമയത്തിന് മുമ്പും എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ എഴുന്നേറ്റ് വരുന്ന കുഞ്ഞുങ്ങളോട് ഒരിക്കൽ പോലും ഉപദേശിക്കരുത്. കുഞ്ഞുങ്ങളോടല്ല, ആരോട് ഉപദേശിക്കാൻ പോകരുത്.
തിരിച്ചറിവ് പറഞ്ഞു കൊടുക്കാം. അറിവുമല്ല, അറിവ് എല്ലാവർക്കും ഉണ്ട്, ഉപദേശം എല്ലാവർക്കും അറിയാം. തിരിച്ചറിവ് പറഞ്ഞു കൊടുക്കാം. മോനെ മോളെ ഇല്ലേ ഇങ്ങനെയാണെന്ന് പറഞ്ഞു തിരിച്ചറിവ് പറഞ്ഞു കൊടുക്കാം. ഉപദേശിക്കാൻ പോയാൽ അത് കേട്ട് കേട്ട് മനുഷ്യനിലേക്ക് ഇറിറ്റേറ്റഡ് ആകും. യാത്ര കഴിഞ്ഞ് പിള്ളേർ വരുമ്പോഴേ പിന്നെ ഉപദേശമാണ് മാതാപിതാക്കൾ. ഭയങ്കര കഷ്ടമാണ്. ഇവരിത് കേട്ട് ഇത്രയും മുഴുപ്പുള്ള തലച്ചോറിലേക്ക് ഇതെല്ലാം ഈ ഉപദേശമെല്ലാം എന്തേലും ഉപദേശങ്ങളാണ്. സാധാരണ രീതിയിൽ ഒരു തിരിച്ചറിവ് പറഞ്ഞു കൊടുത്തതിന് ശേഷം ആ പിള്ളേർ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. കിടക്കുന്നതിന് മുമ്പ് ഭയങ്കര ഉപദേശം, നാളത്തെ കാര്യങ്ങൾ, നാളെ ഈ വണ്ടി വരും, നാളെ ഈ സമയത്ത് എഴുന്നേൽക്കണം, ആ സമയത്ത് ഒരുങ്ങിയിരിക്കണം, ഇവിടെ ഇരിക്കണം, മറ്റവരൊക്കെ പഠിച്ചുകൊണ്ടിരിക്കണം, രാവിലെ ട്യൂഷന് പോകണം. ഇതെല്ലാം ഈ പിള്ളേരുടെ തലയിലേക്ക് തലേ ദിവസം വെച്ചു കൊടുത്തിരിക്കുക. ഇവർ ഉറങ്ങുന്നത് ഈ ഭാരത്തോടു കൂടിയാണ്. നിങ്ങൾ അമിതമായിട്ട് ചുമക്കുന്ന പിള്ളേരെ ശ്രദ്ധിച്ചോ, ഒരു പരിധി കഴിയുമ്പോഴത്തേന് നേരെ എതിർത്ത് നിൽക്കാൻ തുടങ്ങും, റിജക്റ്റ് ചെയ്യാൻ തുടങ്ങും. ഞാൻ പറഞ്ഞത് ഈ പഠിക്കുന്ന പിള്ളേരെക്കുറിച്ചും അവരുടെ ഭാവി ജീവിതത്തെ വഴികാട്ടാനായിട്ട് നമ്മൾ നിൽക്കുന്ന മാതാപിതാക്കളാണ് പറഞ്ഞത്. പ്രായമുള്ളവരോട് നമുക്ക് തിരിച്ചറിവ് പറഞ്ഞു കൊടുക്കാം, അതേസമയം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ അവരോടുകൂടി പരിശ്രമിക്കാൻ വേണ്ടി നമ്മൾ പറയണം. അതൊരു കാര്യമാണ്. പക്ഷേ ഈ ഉപദേശിക്കുന്നവർ മാതാപിതാക്കളാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും ജീവിത പങ്കാളികളാണെങ്കിലും നിങ്ങളധികം ഉപദേശിക്കാൻ പോകണ്ട, പ്രാർത്ഥിക്കാൻ അങ്ങ് തുടങ്ങിയാൽ മതി. ഇല്ലെങ്കിൽ അവർ തിരിച്ച് ചോദിക്കുക, നിങ്ങൾക്ക് ഇന്ന കുറവില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? നമുക്ക് ഒരു കൊച്ചു പറയാ, രാവിലെ 4 മണി 5 മണിയാകുമ്പോൾ എഴുന്നേൽക്കുന്നതാണ്, 7:30 ആകുമ്പോൾ സ്കൂളിൽ പോകണം, ട്യൂഷന് പോകണം, പിന്നെ അവിടെ ചെന്ന് 9:30 കയറണം, അത് കഴിഞ്ഞിട്ട് 4 മണിയാകുമ്പോൾ വീട്ടിൽ വരണം, പിന്നെ ട്യൂഷന് പോകണം, തിരിച്ച് 7 മണി 6:30 ആകുമ്പോൾ വീട്ടിൽ വരുമ്പോൾ. ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയാണ് ദൈവവചനം പറഞ്ഞു കൊടുക്കാനും പ്രാർത്ഥിക്കാനും ഉള്ളൊരു സമയമുള്ളത്? അതുകൊണ്ട് മാതാപിതാക്കളെ ഞാൻ പറയുകയാണ്, ഉപദേശിക്കുന്നത് നല്ലതാണ്, പക്ഷേ തിരിച്ചറിവ് പറഞ്ഞു കൊടുത്തതിന് ശേഷം പ്രാർത്ഥിക്കുകയേ ചെയ്യാവുള്ളൂ. ഇന്ന കാര്യം ഇന്നതുപോലെ ചെയ്യണമെന്ന് പറയണം, അത് പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് പ്രാർത്ഥിക്കുക. പിള്ളേർക്കത് പെട്ടെന്ന് അവരങ്ങ് സ്വീകരിക്കും കേട്ടോ. ഈ അടുത്ത് കൗൺസിലിംഗ് ഒക്കെ നടത്തുമ്പോൾ ഈ പിള്ളേർ വന്ന് പറയുന്ന അവരുടെ ഭാരമാണെന്നറിയോ? അവർ ചുമക്കുന്ന പുസ്തകത്തെക്കഴിഞ്ഞും ഭാരമാണ് മാതാപിതാക്കളുടെ ഉപദേശം എന്ന് പറയുന്നത്. ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഒരു വീട്ടിൽ 4 കുട്ടികളുണ്ട്. ഈ അപ്പനും അമ്മയ്ക്കും കൃത്യമായിട്ട് മനസ്സിലായി ഇവരുടെ ടാലൻ്റ് ഇതാണെന്നുള്ളത്. ഒരുത്തൻ നല്ലവണ്ണം ഈ IT മേഖലയിൽ ഭാവിയുള്ള അവനോട് പറഞ്ഞു, മോനെ നീ അതിനകത്ത് കൂടുതൽ ശ്രദ്ധിക്കാൻ പറഞ്ഞു. നീ എത്ര A+ വാങ്ങുന്നു എന്നുള്ളതല്ല, നിനക്കുള്ള ടാലൻറ്റിൽ നീ എത്രമാത്രം ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ നിന്ന് ആഗ്രഹിക്കുന്നത്. ആ കൊച്ചെന്ത് ഫ്രീ ആണെന്നറിയോ? വേറെ ഒരു പെങ്കൊച്ചിന് പാട്ട് പാടാനാണ് കഴിവുള്ളത്. എന്നിട്ട് പറഞ്ഞു, മോളെ നീ ജയിക്കുകയും കൂടെ ചെയ്യണം, പക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ട് നിനക്കുള്ള ഈ ടാലൻറ്റ് നീ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ആ വീട്ടിലെ പിള്ളേരെല്ലാം ഫ്രീയാണ്. അല്ലാതെ അപ്പുറത്തൊരു ഡോക്ടർ ഉണ്ടായി ഇവിടെ നീയും അതുപോലെ പഠിക്കണം. ഓരോരുത്തർക്കും ഓരോ ബുദ്ധിയും ഐക്യമാണ് നീ ഉള്ളത്. നിങ്ങൾ പറയുന്നത് പോലും കേൾക്കുന്നത് പിള്ളേർ ഒരു പ്രത്യേക ലെവലിൽ അവർക്ക് ഉള്ള തലച്ചോറിൻ്റെ വളർച്ച അനുസരിച്ച് അവർ കേൾക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. എനിക്കറിയാവുന്ന ഒരു വീടുണ്ട്. ആ വീട്ടിലേക്ക് നമുക്ക് എപ്പോൾ വേണേലും കയറി ചെല്ലാൻ തോന്നും. വേറെ ഒരിടത്ത് പോയില്ല ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ. കാരണം അവരെവിടെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോത്സാഹനത്തിൻ്റെ വാക്കുകളും അങ്ങനെയൊക്കെയുള്ള കുടുംബങ്ങളുണ്ട് ഇന്ന്. പിശാചിന് അവിടെ ഇങ്ങനെ ഒരു ഡെലിവറൻസ് പ്രയർ നടക്കുകയും വേണ്ട. കാരണം പിശാചിന് അവിടെ ഇടമില്ല. പൗലോസേ പറയുന്നില്ലേ, എഫെസോസ്യർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് പറയുന്നില്ലേ, പിശാചിന് നിങ്ങൾ ഇടം കൊടുക്കരുത്. അവിടെ ഇടമില്ല. നമ്മുടെ വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും പിശാചിന് വീട്ടിൽ ഇടം കിട്ടുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഒന്നുകൂടി പറഞ്ഞേ, ഹല്ലേലൂയ. 10 പ്രാവശ്യം 10 ആരോഗ്യത്തിൻ്റെ വചനം, സൗഖ്യത്തിൻ്റെ വചനം ഏറ്റുപറഞ്ഞ വ്യക്തികളുടെ ശരീരം പരിശോധിക്കുമ്പോൾ അസ്ഥികൾക്കും ശരീരത്തിനും എക്സ്ട്രാ ഓർഡിനറി പവർ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതേ സംഭവം തന്നെ 10 നെഗറ്റീവ് വാക്ക് പറഞ്ഞവളുടെ ശരീരം പരിശോധിച്ച സമയത്ത് ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾ നല്ല ശതമാനവും വീക്കായിരുന്നെന്ന്, ദുർബലമായിരുന്നെന്ന്. ഈ വാക്കിൻ്റെ ശക്തി എത്രമാത്രം ഉണ്ടെന്ന് കൂട്ടി നോക്കി. നിങ്ങളുടെ തലയുടെ ഓരോ മുടിയുടെയും എണ്ണപ്പെട്ടിരിക്കുന്നു.
ഈ പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്നൊക്കെ പറയുന്നത് എന്താണ്? നമ്മൾ പാടി ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കഴിവ്, ദൈവത്തിൻ്റെ ആരോഗ്യം, ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ആത്മാവിലും ശരീരത്തിലും മനസ്സിലും എല്ലാം നിറയുകയാണ്. ഞങ്ങളുടെ അടുത്ത് കുറേ ഫാമിലിയുണ്ട്. അവർ ധ്യാനം കൂടിയിട്ട് വന്ന് അവരുടെ വൈകുന്നേരത്തെ കുടുംബ പ്രാർത്ഥന എങ്ങനെയാണെന്നറിയോ? ആദ്യം അവർ 2-3 പാട്ട് പാടി ആരാധിക്കും ദൈവത്തെ. ജപമാല മാത്രമല്ല അവർ ചെല്ലുന്നത്. ആരാധിക്കുന്ന ഒരു വീട്ടിൽ പിശാചിന് അതിൻ്റെ 7 അയലത്ത് വരാൻ പറ്റത്തില്ല. സ്തുതിക്കുന്നവരുടെ വീട്ടിൽ പിശാചിന് കടന്നു വരാൻ പറ്റത്തില്ല. ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ ഹല്ലേലൂയ പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ജീവൻ കർത്താവ് സ്പ്രെഡ് ചെയ്തുകൊണ്ടായിരിക്കുന്നത്. ജീവൻ സ്പ്രെഡ് ചെയ്തുകൊണ്ടായിരിക്കുന്നത്. ഹല്ലേലൂയ 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 എന്ന് പറയുമ്പം ജീവൻ സ്പ്രെഡ് ചെയ്തുകൊണ്ടായിരിക്കുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷ പ്രാപിക്കും. കർത്താവിൻ്റെ നാമം യേശുവേ യേശുവേ എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ പറയുമ്പോൾ, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി എന്ന് പറയുമ്പോൾ നമ്മൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. നമ്മൾ മാത്രമല്ല, നമ്മുടെ കുടുംബം, നമ്മുടെ ശരീരം, നമ്മുടെ ആത്മാവ്, നമ്മുടെ മനസ്സ് എല്ലാം രക്ഷയുടെ സമാധാനത്തിൻ്റെ അനുഭവത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. ഒന്ന് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞ് സ്തുതിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഉറക്കെ ഒന്ന് പറഞ്ഞേ. ജീവൻ, നിങ്ങളുടെ നാവിലൂടെ ജീവൻ വരട്ടെ, ശരീരത്തിലേക്ക് ജീവൻ വരട്ടെ, മനസ്സിലേക്ക് ജീവൻ വരട്ടെ, ആത്മാവിലേക്ക് ജീവൻ ഇറങ്ങട്ടെ, മനസ്സിലേക്ക് സൗഖ്യം ഒഴുകട്ടെ, ശരീരത്തിലേക്ക് സൗഖ്യം ഒഴുകട്ടെ, ആത്മാവിലേക്ക് സൗഖ്യം ഒഴുകട്ടെ. ഉറക്കെ വിളിച്ചേ. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. ഇപ്പോൾ ഈ വിളിക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളിലേക്ക് ഇറങ്ങുകയാണ്, ശക്തി ഇറങ്ങുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എപ്പോഴും ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും എവിടെ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ വണ്ടിയും കുടുംബവും എല്ലാം അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കെന്തിനാണ് ദൈവം പരിശുദ്ധാത്മാവിനെ നൽകുന്നത്? പരിശുദ്ധാത്മാവിനെ നൽകുന്നത് വിശുദ്ധിയിൽ ജീവിക്കാനാണ്, പാപമില്ലാതെ ജീവിക്കാനാണ് ദൈവം പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. പരിശുദ്ധ ആത്മാവാണ് നമ്മളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്നത്. പരിശുദ്ധിയും അശുദ്ധിയും ഒരു ബന്ധവുമില്ല. നട്ടുച്ചയും അർദ്ധരാത്രിക്കും ഒരു ബന്ധവും ഇല്ലാത്തതുപോലെ അശുദ്ധിക്കും വിശുദ്ധിക്കും പരിശുദ്ധിക്കും ഒന്നും യാതൊരു ബന്ധവുമില്ല. അശുദ്ധിയും പരിശുദ്ധിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എനിക്ക് ചേച്ചിമാർ കൂടുതലുള്ളതുകൊണ്ട് പറയാം, എനിക്കൊരു സഹോദരി അറിയാം. അവരോടൊരു പാപത്തിൻ്റെ വാക്കുകളിലൊരു സിഗ്നൽ അവർക്ക് കിട്ടിയാൽ ആ വ്യക്തിയെ അവർ ഓടിക്കും. അവരുടെ അടുത്തോട്ടൊരു കുറ്റം പറഞ്ഞുകൊണ്ടോ ഒരു നെഗറ്റീവ് വാക്ക് പറഞ്ഞുകൊണ്ടോ ചെല്ലാൻ അവർ സമ്മതിക്കത്തില്ല. അത്രമാത്രം കർശനമായിട്ട് അവരവരുടെ ശരീരത്തെയും മനസ്സിനെയും സൂക്ഷിക്കുന്നത്, വിശുദ്ധിയിൽ സൂക്ഷിക്കുന്നത്. ഒരു കുറ്റം പറഞ്ഞുകൊണ്ടൊരു വ്യക്തി ചെല്ലാനായിട്ട് അവർ സമ്മതിക്കത്തില്ല, അവർ നിൽക്കത്തില്ല, നിന്ന് കൊടുക്കത്തില്ല. ഞാൻ ഈ ഇടയ്ക്കൊരു ശുശ്രൂഷകൻ്റെ ഹിസ്റ്ററി അദ്ദേഹം പറയുമായിരുന്നു. കേരളത്തിൽ നിന്ന് ചെന്ന, ഇന്ത്യയിൽ നിന്ന് നിന്നൊരു ശുശ്രൂഷകനുമായിട്ട് ഇങ്ങനെ ഹഗ് ചെയ്യുന്ന സമയത്ത്, വചനവേദിയിൽ നിന്ന് കെട്ടിപ്പിടിക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ കൂട്ടിച്ചേർത്ത് പിടിച്ചു. ഈ ചെവി തമ്മിൽ ഉരസിക്കഴിഞ്ഞപ്പോൾ ഈ ശുശ്രൂഷകൻ്റെ, അതായത് അവിടെ നിന്ന് ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയുടെ കാത് മറ്റേ വ്യക്തിയുടെ കാതെ സ്പർശിച്ചപ്പം തീ കൊണ്ട് പൊള്ളുന്ന പോലെ അനുഭവമുണ്ടായെന്ന്. അപ്പം ഇദ്ദേഹം ചോദിച്ചു, ഇതെന്തൊരു അനുഭവമാണ് എനിക്കുണ്ടായത്? ഞാൻ നിങ്ങളിത് ശരീരം, എൻ്റെ കാത് നിങ്ങളുടെ കാതുമായിട്ട് തൊട്ട് കഴിഞ്ഞപ്പോൾ ഒരു തീപ്പൊള്ളൽ പോലെ എൻ്റെ ശരീരത്തിലേക്ക് ചൂടനുഭവപ്പെട്ടെന്ന്. അദ്ദേഹം പറഞ്ഞ, എൻ്റെ കാത് ദൈവവചനത്തിനല്ലാതെ, ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാനല്ലാതെ ലോകത്തിലെ ഒരൊറ്റ സ്വരം പോലും ശ്രവിക്കാൻ ഞാൻ വിട്ടുകൊടുക്കുകയായിരുന്നു. അത്ര പെർഫെക്റ്റാണ് അദ്ദേഹത്തിൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത്. ഏശയ്യായുടെ അധരത്തെ, നമ്മൾ നാവിനെക്കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏശയ്യായുടെ അധരത്തെ ഒരു ദൂതൻ തീക്കട്ട എടുത്ത് തൊട്ടപ്പോൾ അത് വിശദീകരിക്കപ്പെട്ടു. മലങ്കര കുർബാനയിൽ പറയുന്നുണ്ട്, ഈ തീക്കട്ട എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയാണ്, ഈശോയുടെ തിരുശരീരമാണെന്ന് പറയുന്നുണ്ട് മലങ്കര കുർബാനയിൽ. ഈ നാവിൻ്റെ വിശുദ്ധി, നാവിൻ്റെ ഉയർച്ച അനുസരിച്ചാണ് വീടിൻ്റെ ഉയർച്ച എന്ന് പറയുന്നത്. നാവിൻ്റെ കെട്ടഴിഞ്ഞാൽ വീടിൻ്റെ കെട്ടഴിയും, നാവിൻ്റെ കെട്ടഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ കെട്ടഴിയും, നാവിൻ്റെ കെട്ടഴിഞ്ഞാൽ ജീവിത പങ്കാളിയുടെ കെട്ടഴിയും, നാവിൻ്റെ കെട്ടഴിഞ്ഞാൽ സാമ്പത്തിക മേഖലയിലെ കെട്ടഴിയും,
നാവിൻ്റെ കെട്ടഴിഞ്ഞാൽ ആരോഗ്യത്തിൻ്റെ കെട്ടഴിയും. നാവിൻ്റെ കെട്ടഴിഞ്ഞാൽ അസമാധാനത്തിൻ്റെ കെട്ടഴിയും. സമാധാനം ഉണ്ടാകും. പരാജയങ്ങൾ മാറിപ്പോകും. ജെറമിയ 15:19 മുതൽ താഴോട്ട് വായിക്കുകയാണെങ്കിൽ കാണാം, ദൈവം തിരിച്ചു വരാൻ പറയുന്നത് എങ്ങനെയാണെന്നറിയാം. ഒരു വ്യക്തിയോട്, പിന്തിരിഞ്ഞു പോയ ഒരു വ്യക്തിയോട്, പാപം ചെയ്ത് പിന്തിരിഞ്ഞു പോയ വ്യക്തിയോട് ദൈവം തിരിച്ചു വരാൻ പറയുന്നത് എങ്ങനെയാണെന്നറിയോ? നിങ്ങളുടെ വാക്കുകൾ പോസിറ്റീവാക്കാനാണ് പറയുന്നത്, ദൈവവചനമാക്കാനാണ് പറയുന്നത്. എങ്ങനെയാണ് പറയുന്നത്? വിലകെട്ടവ തിരിച്ചു വരാനാണ് പറയുന്നത്. എങ്ങനെയാണ് തിരിച്ചു വരുന്നത്? വായിച്ചേ. അപ്പം ചേട്ടാ ഒന്ന് നിർത്തിക്കേ. അപ്പോഴെങ്ങനെയാണ് നമ്മൾ തിരിഞ്ഞു പോയത്? എങ്ങനെയാണ് കർത്താവിൽ നിന്ന് തിരിഞ്ഞു പോയത്? എങ്ങനെയാണ്? വിലകെട്ടവ സംസാരിച്ചപ്പോഴാണ് കർത്താവിൽ നിന്ന് നമ്മൾ വിട്ടുപോയത്. ഇനി തിരിച്ചു വരാൻ കർത്താവ് പറയുന്നത് എങ്ങനെയാണ്? നല്ല വചനങ്ങൾ സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരും. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഇത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഇച്ചിരി അസ്വസ്ഥതയുണ്ടാകും. എന്നാലും വേണ്ടിയല്ല, നാവിലുള്ള ആ ബന്ധനം അങ്ങ് അഴിയട്ടെ. നിങ്ങളുടെ നാവുകളിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ തന്നെ. ഇപ്പം 2 ഓസ് പിടിച്ചിരിക്കുക വെള്ളം ചീറ്റുന്നേ. ഒരെണ്ണത്തിൻ്റെ അകത്തുനിന്ന് നല്ല ശുദ്ധമായ വെള്ളവും മറ്റൊരു ഓസിൽ നിന്ന് ഓടയിലെ വെള്ളവും ചീഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന വെള്ളവും വന്നുകൊണ്ടിരിക്കുക. നമ്മളിത് ഏതിൻ്റെ അടുത്ത് പോയാൽ ഈ കുടിക്കുന്നത്? നല്ല വെള്ളം കുടിക്കുള്ളൂ അല്ലേ? പക്ഷെ നേരെ തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയേ, നമുക്ക് നല്ല കാര്യങ്ങൾ പറയുന്നതിൻ്റെ അടുത്ത് പോയിരിക്കുന്നതാണോ നോർമലായിട്ടുള്ള ലോകത്തിൻ്റെ അവസ്ഥ ഈ നെഗറ്റീവ് കാര്യങ്ങൾ പറയുന്നവരുടെ അടുത്ത് പോയിരിക്കുന്നതാണോ? നമുക്ക് ഏറ്റവും കൂടുതൽ കേൾക്കാൻ മനസ്സിനൊരു ആനന്ദം നൽകുന്നത് ഈ നെഗറ്റീവ് പറയുന്നവരുടെ അടുക്കിലാണ്. കാരണം അതിൻ്റെ ഒരു ബ്ലോക്ക് നമ്മൾ കിടക്കുകയാണ്. ഇപ്പം വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും. നിൻ്റെ നാവ് എൻ്റെ നാവ് പോലെയാകും എന്നല്ല പറഞ്ഞേക്കുന്നത്. നീ എൻ്റെ നാവ് അതായത് ഒരു മനുഷ്യൻ്റെ ശരീരം മുഴുവൻ, ഒരു മനുഷ്യൻ മൊത്തം ദൈവത്തിൻ്റെ നാവ് പോലെ പരമപരിശുദ്ധമാണ്. അതുപോലെ ദൈവമാക്കുന്നത്. അങ്ങനെയുള്ള മാതാപിതാക്കൾ രോഗികളായി കിടക്കുന്ന കുഞ്ഞുങ്ങളെ ഒന്ന് മാറോട് ചേർത്ത് പിടിച്ചാൽ മതി, പ്രാർത്ഥിക്കുക പോലും വേണ്ട, അവരിന്ന് രോഗം വിട്ടുപോകും. അത്ര പവറാണ് വിശുദ്ധിയുള്ള ഒരു ശരീരത്തിനുള്ളത്. അവർ ഉറങ്ങുന്ന കിടക്കയിലേട്ടിരിക്കുന്ന ഒരു പിശാച് സ്വപ്നം കൊണ്ട് കയറി വരികയില്ല പരിശുദ്ധി ജീവിച്ചാൽ. അവർ കയറിയിരിക്കുന്ന വാഹനത്തിന് അപകടം ഉണ്ടാകുകയില്ല. നിങ്ങൾക്കറിയാം, ഹാർട്ടിനെ ഭയങ്കരമായിട്ട് നമ്മുടെ ഈ പമ്പ് ചെയ്യുന്ന ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നമ്മൾ പറയുന്ന വാക്കാണെന്നുള്ളത് നിങ്ങൾക്കറിയാവോ? കൊഴുപ്പുകളോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളല്ല, നമ്മുടെ നെഗറ്റീവ് വാക്കുകളിൻ്റെ സുരക്ഷിതത്വം കളയും. അതേ പോസിറ്റീവ് വാക്കുകൾ ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഒരു വചനം കൂടെ ഉണ്ട്, താഴോട്ടൊന്ന് വായിച്ചേ. അതായത് നമ്മളെ കുറ്റം പറഞ്ഞ, ഒറ്റപ്പെടുത്തിയ, തള്ളിക്കളഞ്ഞ, പരിഹസിച്ച, രക്ഷയില്ലെന്ന് പറഞ്ഞ, കഴിവില്ലെന്ന് പറഞ്ഞ വ്യക്തികളെല്ലാം, തകർച്ചയിലായിരുന്ന നിങ്ങളുടെ അടുക്കൽ നിന്ന് അകന്നുപോയ ബന്ധുക്കളെല്ലാം, നോക്കണേ, പോസിറ്റീവായിട്ടുള്ള വാക്ക് പറയാൻ തുടങ്ങുമ്പോൾ അവർ നിങ്ങളുടെ അടുക്കിലേക്ക് തിരിച്ചു വരുമെന്ന്. എങ്ങനെ? പോസിറ്റീവായിട്ടുള്ള വാക്ക് പറയുമ്പോൾ നമ്മുടെ ആത്മാവും മനസ്സും ശരീരവും കുടുംബവും സാമ്പത്തിക മേഖലയും ആരോഗ്യവും ദൈവം ഇരട്ടിയായിട്ട് അനുഗ്രഹിക്കും, ശക്തി നിറയ്ക്കും, സൗഖ്യം നിറയ്ക്കും, വിടുതൽ നിറയ്ക്കും, കടബാധ്യതകൾ മാറിപ്പോകും, കുടുംബത്തിൽ സമാധാനവും ശാന്തിയും നൽകുന്ന ഒറ്റ കണ്ടീഷൻ, വിലകെട്ട പറയാ സദ്വചനങ്ങൾ മാത്രം സംസാരിക്കണം. കർത്താവ് ഗ്യാരണ്ടി പറയത്. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. താഴോട്ട് വായിച്ചേ. അതായത് ഈ പറയുന്ന വീടിനെയും വ്യക്തികളെ ഒരു പിത്തള കോട്ടയായിട്ട് ദൈവം ഉയർത്തുന്നു. അത് കർത്താവ് നമ്മുടെ കൂട്ടത്തിൽ രക്ഷകനായി ഉണ്ടെന്ന്, അങ്ങനെ പോസിറ്റീവ് പറയുന്നവരുടെ കൂട്ടത്തിൽ കർത്താവ് ഉണ്ടെന്ന്. ഒരു വാക്യം കൂടെ പറയാം, എഫേസോസ് 4:29. ഞാനങ്ങ് പറഞ്ഞേക്കാം. നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടരുത്. ക്യാൻസർ മുതലുള്ള ഏത് രോഗത്തെയും കൊണ്ടുവരാൻ തിന്മയുടെ വാക്കുകൾക്ക് പറ്റും. സന്ധിബന്ധങ്ങളുടെ വേദന, ഏശയ്യാ 35 എടുത്ത് വായിച്ചോണം. അവരുടെ കൈകാലുകളെ, അസ്ഥികളെ ബലപ്പെടുത്താൻ പറ്റും.
പോസിറ്റീവ് വാക്കിന്. സന്ധിബന്ധങ്ങളെ സൗഖ്യപ്പെടുത്താൻ പറ്റും. ബ്ലഡ് സർക്കുലേഷനെ നോർമലാക്കാൻ പറ്റും. തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ വർദ്ധിപ്പിക്കാൻ പറ്റും പോസിറ്റീവ് പറയുമ്പോൾ. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഒന്നിട്ട് പറഞ്ഞേ, ഹല്ലേലൂയ. എന്താണേലും നിങ്ങളുടെ സംസാരം മാറ്റിയേ പറ്റത്തുള്ളൂ. സംസാരം മാറ്റിയില്ലെങ്കിൽ കുടുംബത്തിലേക്ക് പിശാച് കയറി വരും. പരിശുദ്ധാത്മാവിനോട് പ്രവർത്തിക്കാൻ ഇടമില്ലാതെ വരും. 39 സങ്കീർത്തനം 2-ാം വാക്യത്തിൽ പറയാം, പിശാച് എൻ്റെ മുൻപിൽ ഇരിക്കുന്നിടത്തോളം കാലം ഞാൻ നെഗറ്റീവ് വാക്ക് പറഞ്ഞില്ലെന്ന്, വായ അടച്ചു വെച്ചെന്ന്. കാണുന്നതും കേൾക്കുന്നതും മുഴുവനും മറുപടി പറയാനുള്ളതല്ല ക്രിസ്ത്യാനിയുടെ നാവ്. ദുഃഖിതരെ ആശ്വസിപ്പിക്കാനും, തകർന്നു പോയവരെ ഉയർത്താനും, പരാജയപ്പെട്ടവരെ വിജയിപ്പിക്കാനും, രോഗികളെ സുഖപ്പെടുത്താനുമായിട്ടാണ് ദൈവം ക്രിസ്ത്യാനിയുടെ നാവിന് ശക്തി പകർന്നിരിക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. നിങ്ങളിത് കഴിഞ്ഞിറങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ, പരസ്പരം ശ്രദ്ധിച്ചോണം. നിങ്ങൾ പറയുന്ന വാക്ക് എന്താണെന്നുള്ളത്, റേഞ്ച് എന്നാന്നുള്ളത് മനസ്സിലാക്കാം. ഈ ധ്യാനം ഏറ്റവും ഇല്ല എന്നുള്ളത് അന്നേരം അറിയാം. ഹല്ലേലൂയ. നിങ്ങളുടെ അതിരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടരുത്. കേൾവിക്കാർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുന്ന വിധം നിങ്ങൾ സംസാരിക്കണം എന്ന്. കണ്ടോ, നമുക്ക് സംസാരിച്ചാലും കർത്താവ് നമ്മുടെ നാവിലൂടെ പരിശുദ്ധാത്മാവിനെ അയക്കുമെന്ന്. പരിശുദ്ധാമ്മയെ ഉദാഹരണം, പരിശുദ്ധാമ്മ എലിസബത്തിൻ്റെ അടുക്ക ചെന്ന് അഭിവാദനം ചെയ്തപ്പോൾ എലിസബത്തിൻ്റെ അകത്തുണ്ടായിരുന്ന ശിശു കുതിച്ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവിനെന്നറിഞ്ഞു. നമ്മുടെ വാക്കിനും ഇതേ പവർ ദൈവം തന്നിരിക്കുക. രണ്ടാമത്, അപ്പസ്തോലന്മാരിലും വിശുദ്ധന്മാരിലും ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അസാധാരണമായ മൗനമായിരുന്നു. ഏലീഷയെക്കുറിച്ച്, പത്രോസിനെക്കുറിച്ച്, പൗലോസിനെക്കുറിച്ചൊക്കെ പറയുന്ന, ഏലിയായെക്കുറിച്ചൊക്കെ പറയുന്ന കർത്താവിൻ്റെ വചനം അവരുടെ നാവിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കർത്താവിൻ്റെ വചനം അവരുടെ നാവിലുണ്ടായിരുന്നു. ഇനി പെട്ടെന്നൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എങ്ങനെയാണ് നമ്മുടെ അകത്തുനിന്ന് നെഗറ്റീവും പോസിറ്റീവും വരുന്നത്? സ്വാഭാവികമായിട്ട് നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്നതും കേൾക്കുന്നതുമാണ് നമ്മുടെ അകത്ത് നിക്ഷേപമായി വീഴുന്നത്. വാർത്തകളിലൂടെ, പത്രവായനയിലൂടെ, മറ്റുള്ളവർ സംസാരിക്കുന്നതിലൂടെ, കേൾക്കുന്നതിലെ, വീഡിയോ കാണുന്നതിലൂടെ, മൊബൈൽ നോക്കുന്നതിലൂടെ കാണുന്നതുമാണ് നമ്മുടെ ഉള്ളിൽ നിക്ഷേപമായിട്ട് വരുന്നത്. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അത് കടന്നു വരുന്നത്. അത് നമ്മുടെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ട് എന്ത് കൂടുതൽ കാണുന്നോ അത് പിന്നെ കണ്ണിലൂടെയും നാവിലൂടെയും സംസാരത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും ഒക്കെ വരാൻ തുടങ്ങും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വേണ്ടിയല്ല, ഇറിറ്റേഷൻ ഉണ്ടാകാനായിട്ട് നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 2 ചാനൽ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ITI എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, 2 മറുനാടെന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. നിങ്ങളിത് 2ഉം കേട്ടാൽ മതി. ഏറെ താമസിച്ചാൽ 2 ഇത് കൂട്ട് കേട്ടാൽ മതി, വീഡിയോ കണ്ടാൽ മതി. നിങ്ങൾ പിശാചിൻ്റെ അടിമകളായിത്തീരും. വെറുപ്പ് കൊണ്ട് നിങ്ങൾ നിറയും. അതുപോലുള്ള സീരിയൽ മുഴുവൻ. ഇവിടെയൊന്നും കർത്താവ് പ്രവർത്തിക്കുകയല്ല, ഉറപ്പ്. വിലാപങ്ങൾ 3:19 ഒന്ന് വായിച്ചേ. വിലാപങ്ങൾ 3:19. വിലാപങ്ങൾ 3:19. എന്റെ കഷ്ടതയുടെയും അരിച്ചലിന്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എന്റെ മനം തകരുന്നു. എന്നാൽ ഞാൻ ഒരു കാര്യം മതി. നിങ്ങൾ കഷ്ടതകളെക്കുറിച്ച് കൂടുതലായിട്ട് പറയുകയും ചിന്തിക്കുകയും ചെയ്താൽ, എൻ്റെ കുടുംബം ഇങ്ങനെയാണ്, എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, ഇത്രയും നാളായിട്ട് രക്ഷപ്പെട്ടിട്ടില്ല, അവരെന്നെ വാക്കുകൊണ്ട് വേദനിപ്പിച്ചു, അവർ പ്രവൃത്തി കൊണ്ട് വേദനിപ്പിച്ചു, ഇല്ലാത്ത കാര്യം പറഞ്ഞു, ഇതൊക്കെ നിരന്തരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു വിഷം നമ്മുടെ ശരീരത്തിൽ ഒരു കെമിക്കലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് വചനത്തിൽ നിന്നാണ് ഞാനിതെല്ലാം പറയുന്നത്. അത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തുടർച്ചയായിട്ട് കേൾക്കുകയും പറയുകയും ചിന്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ വിഷം ഇങ്ങനെ ശരീരത്തിൽ വർക്കൗട്ടാകാൻ തുടങ്ങും. വചനം പറയുന്ന അത് ശരീരത്തിലെ രക്തത്തിലേക്കും തലച്ചോറിലേക്കും എല്ലാം അത് വ്യാപിക്കാൻ തുടങ്ങും. ഒരു സയൻസ്, ഒരു പഠനം കണ്ടുപിടിച്ചേക്കുന്നത് ഈ നെഗറ്റീവായിട്ട് ചിന്തിക്കുകയും അമിതമായിട്ട് ഇങ്ങനെ അതിനെക്കുറിച്ച് നിരന്തരമായിട്ട് ധ്യാനിക്കുകയും ചെയ്യുക അല്ലെങ്കിൽ പറയുകയും ചെയ്യുകയാണെങ്കിൽ തലച്ചോറ് ചുരുങ്ങാൻ തുടങ്ങുമെന്ന്. അൽഷിമേഴ്സിൻ്റെ തുടക്കങ്ങളുണ്ടാകുന്ന ജനറ്റിക്കായിട്ടുണ്ട്. ഇതൊരു പഠനമാകട്ടോ, ഞാൻ അതുകൂടെ ചേർത്തങ്ങ് പറയാം. ഓർമ്മശക്തി കുറയാൻ തുടങ്ങുമെന്ന്. ഇനി നിങ്ങൾക്കൊരാളോട് കോപമുണ്ടായി, നിങ്ങളത് പ്രതികരിക്കാതിരിക്കുകയാണെങ്കിൽ, അടിച്ചമർത്തപ്പെടുകയാണെങ്കിൽ അത് കുറച്ചുനാൾ കഴിയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ സോറിയാസിസ് എന്ന് പറയുന്ന രോഗം കൊണ്ടുവരും. ശരീരത്തിൽ ഫംഗൽ ഇൻഫെക്ഷനുകൾ തുടർച്ചയായിട്ട് വരാൻ തുടങ്ങും.
ഹലോ. ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. ഇത് കേൾക്കണമായിരുന്നോ? കേൾക്കണം. വചനമായി പറയുന്നത്, വചനത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. നിങ്ങളത് കുമ്പസാരത്തിലൂടെ ഒരു നല്ല തുറന്ന കൗൺസിലിങ്ങിലൂടെ ഇത് പുറത്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം ഫ്രീ ആകും, മനസ്സ് ഫ്രീ ആകും. കോപം അടിച്ചമർത്തി വെച്ചാൽ നിങ്ങൾ ഏതെങ്കിലും സമയത്ത് കോപിച്ചിരിക്കും, പൊട്ടിത്തെറിച്ചിരിക്കും. അത് കാരണം ഇത് നമ്മുടെ നിക്ഷേപമാക്കി മാറ്റരുത്. പോസിറ്റീവായിട്ടുള്ള നന്മയുടെയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വചനങ്ങൾ, അതുപോലുള്ള വീഡിയോകൾ, അങ്ങനെയുള്ള സംസാരങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ബാക്കിത്തെ മുഴുവൻ കുമ്പസാരത്തോട് കളഞ്ഞേക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കരവുയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. ഈ ദൈവത്തിൻ്റെ വചനം പ്രവർത്തിക്കും എന്ന് പറയാനൊരു കാരണം, ഒരു സ്ഥലത്തൊരു ചെറിയ വീട്ടിൽ ഒരു ഗ്രൂപ്പ് ഇത് നടക്കുക. വീട്ടിൽ ഒരു ചെറിയ കൺവെൻഷൻ പോലെ ഒരു സംഭവം. പിറ്റേ ദിവസമാണ് കൺവെൻഷൻ യഥാർത്ഥത്തിൽ നടക്കേണ്ടത്. അപ്പോൾ ഈ ശുശ്രൂഷൻ ആ വീട്ടിൽ താമസിക്കുക. ഇദ്ദേഹം ഒത്തിരി ഗിഫ്റ്റഡ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. ഇതറിഞ്ഞുകൊണ്ട് ആ പ്രദേശത്തുള്ള മുഴുവൻ ജനവും ഈ താമസിക്കുന്ന വീട്ടിലേക്ക് വന്നു. ഇപ്പോൾ വീടിൻ്റെ ഓണർ പറഞ്ഞു, ഇവർ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്, നിങ്ങളിവിടെ ഉണ്ടെന്ന് ഇവർക്ക് മനസ്സിലായി. അപ്പം അവർ ഈ കസേരയിലൊക്കെ ആൾക്കാരെ കൊണ്ടുവന്നിരിക്കുക, വീൽ ചെയറിൽ കസേരയിലൊക്കെ ഇരുത്തി ആൾക്കാരെ കൊണ്ടുവന്നിരിക്കുക. അത്ര ശക്തമായിട്ട് കർത്താവ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി. ഇദ്ദേഹം ഈ പ്ലെയിൻ യാത്ര ചെയ്ത് വന്ന് ഭയങ്കര ക്ഷീണമായിരുന്നു. ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് കിടക്കാമല്ലോ എന്ന് ഉദ്ദേശിച്ച് പോകുന്ന സമയത്ത് ആ വീട്ടുടമസ്ഥൻ പറഞ്ഞു, എന്തായാലും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വീട് മുഴുവൻ ആൾക്കാരെ കൊണ്ട് അങ്ങ് നിറഞ്ഞു. 100-200 പേരായി ആ സമയത്ത്, മുഴുവൻ തന്നെ രോഗികളും. ഇദ്ദേഹം പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, ഞാനൊന്ന് പ്രാർത്ഥിച്ചങ്ങ് അവസാനിപ്പിച്ച് ഞാൻ പോയി കിടന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം അവിടെ നിന്ന് ആ മുറിക്കകത്ത്, ഈ ആൾക്കാരിയ്ക്കുന്ന മുറിക്കകത്ത് ചെന്ന് നിന്നു. ഇദ്ദേഹം നാവിന് അസാധാരണമായ പവർ കൊടുക്കുന്ന, ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന, സംസാരത്തെ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ്. അത്ര വിശുദ്ധിയിൽ അദ്ദേഹം ജീവിക്കുന്നത്. ആ മനുഷ്യൻ അവിടെ കിടന്നു. ഇവിടെ മുഴുവൻ 100-200 പേരിരിക്കുക. ഇദ്ദേഹത്തിന് ആരാ വന്നതെന്നൊന്നും എപ്പോഴാണ് വന്നതെന്നൊന്നും അറിയത്തില്ല. ഇദ്ദേഹം മുറിക്കകത്തോട്ട് ചെല്ലുമ്പോൾ ആൾക്കാരിരിപ്പുണ്ട്. അദ്ദേഹം അവിടെ നിന്ന് 1 മിനിറ്റ് പ്രാർത്ഥിച്ച്, കർത്താവേ ഇവരെ തൊടണമേ. 1-2 വചനവും പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, കർത്താവ് ഇവരെ തൊടണമേ, ഇവരെ ബുദ്ധിമുട്ടുകളെല്ലാം മാറണമേ എന്ന് പറഞ്ഞൊരു മൊത്തത്തിലൊരു 10 മിനിറ്റ് എടുത്തു ഈ വചനം പറയാനും പ്രാർത്ഥിക്കാനുമായിട്ട്. അടുത്ത നിമിഷം നമുക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞ് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം നിൽക്കുന്ന സമയത്ത് പുറകു ഭാഗത്തുനിന്ന് ഒരു ഭയങ്കരമായിട്ട് ജനം കൂട്ടമായിട്ട് കാറുകയാണ്, അലറിക്കരയുകയാണ്. ചുമ്മാ കരയുകയല്ല, അലറിക്കരയുകയാണ്. അപ്പോൾ ഈ ഫ്രണ്ട് നിന്ന ആൾക്കാരെല്ലാം കൂടെ ഇങ്ങനെ അങ്ങോട്ട് തിരിയാൻ തുടങ്ങി. തിരിഞ്ഞ് നോക്കുക. 100-200 പേരുണ്ട്. അപ്പോൾ ഈ വീട്ടുടമസ്ഥനോട് ഈ പുള്ളി ചോദിച്ചു, ഈ ശുശ്രൂഷൻ ചോദിച്ചു, ഇത് എന്നതാണ് നടക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞത്, എനിക്കും അറിയത്തില്ല, ഇവരൊക്കെ പുതിയ ആൾക്കാർ, എവിടുന്നാണ് വന്നതെന്നും എനിക്കറിയത്തില്ല. ഇദ്ദേഹം ചെന്ന് നോക്കുമ്പോൾ പുറകിൽ വീൽ ചെയറിലും കസേരയിലും കൊണ്ടുവന്നിരുത്തിയിരുന്ന 16 പേരുണ്ടായിരുന്നു അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോയത്. ഇദ്ദേഹം ആ 2 വചനം പറയുകയും 1 മിനിറ്റ് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ഒരു മനുഷ്യൻ്റെ സഹായവും ഇല്ലാതെ ആ വചനം ചെന്ന്, ഇരുതല വാളായ വചനം ചെന്ന് വീൽ ചെയർ തളർന്നിരുന്ന 16 പേരെ എഴുന്നേൽപ്പിച്ച് തുള്ളിച്ചാടിപ്പിച്ചു. ഹല്ലേലൂയ. ആ ഒരു സംഭവം അവിടെ നടക്കുക. ബാക്കിയുള്ള വന്ന ജനം മുഴുവനുണ്ടല്ലോ, ആത്മാവിൽ നിറഞ്ഞ് ഈ സംഭവം കണ്ടുകൊണ്ട് അലറിക്കരയുക. ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി വരാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിന് ശക്തി വ്യാപരിക്കാൻ തുടങ്ങി. അത്ര പവർ നമ്മുടെ നാവിനുണ്ട്. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഒന്നിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. ഒരിക്കലൊരു വ്യക്തി ഒരു അമ്മച്ചിയും കൊണ്ട് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഇതുപോലെ തന്നെ തളർന്നു പോയൊരു വ്യക്തി. ഈ അമ്മച്ചിക്ക് വേണ്ടി വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്, സമൂഹത്തോട് വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അസാധാരണമായ പവർ ആ സമൂഹത്തിൽ വ്യാപരിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് ചില സമയത്ത് അങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങും. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവും ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ആത്മാവിലും ചേതനയിലും സന്ധിബന്ധങ്ങളിലും അസ്ഥിയിലും മജ്ജയിലും തുളച്ചു കയറുന്നതാണ്. ആ വചനം നിങ്ങളെ രക്ഷിക്കും. ആ വചനം യേശുവാണ്. ആ വചനം ആത്മാവും ജീവനുമാണ്. ആ വചനം നിങ്ങളെ ശക്തിപ്പെടുത്തും. ആ വചനം നിങ്ങളെ ബലപ്പെടുത്തുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 16 വർഷത്തിലേറെയായി തളർന്നുപോയ അമ്മച്ചി വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് തനിയെ റാന്നിയിലെ കൺവെൻഷൻ ഗ്രൗണ്ടിലൂടെ നടന്നു.
ഇതാ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഇന്ന് ഈ വചനം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ശരീരത്തിലുള്ള രോഗങ്ങൾ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. തലയുടെ അസ്വസ്ഥതകൾ നീക്കാൻ പോവുക പരിശുദ്ധാത്മാവ്. ശരീരത്തിന് പുതിയ ബലം നൽകാൻ പോകുക പരിശുദ്ധാത്മാവ്. ഹാർട്ടിനെ ബലപ്പെടുത്താൻ പോവുകയാണ്, ലങ്സിനെ ബലപ്പെടുത്താൻ പോവുകയാണ്, കൈകാലുകൾക്ക് ബലം നൽകാൻ പോവുകയാണ്. കൈയടിച്ച് കർത്താവിനെ ഒന്ന് മഹത്വം കൊടുത്ത് ആരാധിച്ചേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. മർക്കോസിൻ്റെ മാളിക മുറിയിൽ ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഈ സമൂഹത്തിന്മേൽ വ്യാപരിക്കട്ടെ, ഇവരുടെ കുടുംബത്തിന്മേൽ വ്യാപരിക്കട്ടെ, ഇവരുടെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ, മാതാപിതാക്കളുടെ മേൽ വ്യാപരിക്കട്ടെ, സഹോദരങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ, ജീവിത പങ്കാളിയുടെ മേൽ വ്യാപരിക്കട്ടെ, സാമ്പത്തിക മേഖലയിൽ വ്യാപരിക്കട്ടെ, സമാധാനത്തിൻ്റെ മേഖലയിൽ വ്യാപരിക്കട്ടെ. നാളുകളായി ഇവരെ ബന്ധിച്ചിരിക്കുന്ന കെട്ടിയിരിക്കുന്ന സകലവിധ കെട്ടുകളും സകലവിധ പൈശാചിക പീഡകളും രോഗങ്ങളും രോഗപീഠകളും രോഗാണുക്കളും രോഗബന്ധനങ്ങളും രോഗത്തിൻ്റെ ആത്മാവും സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ള നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ കുടുംബങ്ങളെ വിട്ടുമാറട്ടെ, ഇവരുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകട്ടെ, ഇവരെ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ സമൃദ്ധി നിറയട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഉണർവ് നിറയട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ശക്തി കൊണ്ട് നിറയട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ശാന്തത ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കടങ്ങളുടെ കെട്ടുകൾ മാറട്ടെ. കുടുംബത്തിലേക്ക് സാമ്പത്തിക അഭിവൃദ്ധിയെ വിളിച്ചു വരുത്തുന്നു. യേശുവിൻ്റെ നാമത്തിൽ തകർന്നുപോയ കുടുംബ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അസ്വസ്ഥതകൾ മാറിപ്പോകട്ടെ. കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. മദ്യപാനങ്ങൾ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. മയക്കുമരുന്നിൻ്റെ കെട്ടുകൾ പൊട്ടിമാറട്ടെ. നെഗറ്റീവിൻ്റെ കെട്ടുകൾ വിട്ടുപോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. സമൃദ്ധിയിൽ നിന്ന് സമൃദ്ധിയിലേക്ക് ഇവർ ഉയരട്ടെ. സമാധാനം കൊണ്ട് നിറയട്ടെ. വിജയം ഇവരുടെ കുടുംബത്തിൽ ഉണ്ടാകട്ടെ. ഉയർച്ച ഇവരുടെ കുടുംബത്തിൽ ഉണ്ടാകട്ടെ. സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും അനുഗ്രഹങ്ങൾ കടന്നു വരട്ടെ. വ്യക്തികൾ സഹായിക്കാൻ കടന്നു വരട്ടെ. നാളുകളായി ഇവർക്ക് പ്രാർത്ഥിക്കാൻ കഴിയാതെ അസ്വസ്ഥതയുണ്ടാകുന്ന എല്ലാ ബ്ലോക്കുകളും അഴിയട്ടെ യേശുവിൻ്റെ നാമത്തിൽ. നെഗറ്റീവ് വാക്കുകൾ പറയുന്ന നാവിൻ്റെ കെട്ടുകൾ അഴിയട്ടെ. ഞങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവിനെ നിറയട്ടെ. ശക്തമായിട്ട് കൈയടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തോട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ചുകൊണ്ട് കരങ്ങളൊന്ന് നെഞ്ചോട് ചേർത്ത് വെച്ചൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എൻ്റെ നാവിനെയും എൻ്റെ ചിന്തകളെയും വിശദീകരിക്കണമേ. ഇതുവരെ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ നെഗറ്റീവ് വാക്കുകളും എന്നിൽ നിന്ന് കട്ട് ചെയ്ത് കളയണമേ. എന്നെ കാണുന്നവരോട്, ഞാൻ സംസാരിക്കുന്നവരോട് പ്രോത്സാഹനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വാക്കുകൾ പറയാൻ കർത്താവ് ഇടവരുത്തണമേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ കുടുംബങ്ങളെ നിറയ്ക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും അനുഗ്രഹിക്കണമേ. സഹോദരങ്ങളെയും ജീവിത പങ്കാളികളെയൊക്കെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാവിനെ ഞങ്ങൾ ദുരുപയോഗിച്ച എല്ലാ നെഗറ്റീവ് വാക്കുകൾക്കായിട്ട് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കി അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറയാൻ, എൻ്റെ കുടുംബത്തിലുള്ളവരോട് പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ പറയാൻ എന്നെ അഭിഷേകം ചെയ്യണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സംസാരമാണ് എന്നെ വ്യക്തികളിലേക്ക് ആകർഷിക്കുന്നത്, എന്നിലേക്ക് ആകർഷിക്കുന്നതും മറ്റുള്ളവരെ തടഞ്ഞു നിർത്തുന്നതും. അത് പോസിറ്റീവായി മാറ്റണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, നിങ്ങൾ കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ നെഗറ്റീവായിട്ടുള്ള വാക്കുകളെയും അങ്ങ് ഡിലീറ്റ് ചെയ്യണമേ. പരിശുദ്ധാത്മാവിനാൽ എൻ്റെ നോട്ടത്തെയും എൻ്റെ കേൾവിയെയും എൻ്റെ ചിന്തയെയും എൻ്റെ പ്രവൃത്തിയെയും വിശദീകരിക്കണമേ. വിശുദ്ധി നൽകി എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ സംസാരത്തിൽ വിശുദ്ധി നൽകി എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ കുടുംബാംഗങ്ങളോട്, എൻ്റെ അയൽക്കാരോട്, എൻ്റെ സ്നേഹിതരോട് പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ പറയുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്നിരുന്നാട്ടെ, ഒരു മിനിറ്റോടെ ഒന്നിരുന്നാട്ടെ. ഇപ്പം 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ദൈവത്തിൻ്റെ
വചനം മാത്രം കാണുകയും കേൾക്കുകയും ചെയ്യണം. നിങ്ങളുടെ മനസ്സ് പോസിറ്റീവ് ആകാനാണ്, നിങ്ങളുടെ സംസാരം പോസിറ്റീവ്. 2, നിങ്ങൾ സംസാരിക്കുന്നത് പ്രോത്സാഹനത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും വിജയത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും ഒക്കെ വാക്കുകളായിരിക്കണം, പോസിറ്റീവായിരിക്കണം. 2, നിങ്ങളുടെ കുടുംബാംഗങ്ങളെ എല്ലാ ദിവസവും 3 അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരിക്കണം. ഈ 3 കാര്യങ്ങൾ എപ്പോഴും ഓർക്കുക. 1, നമ്മൾ കാണുന്നതും കേൾക്കുന്നതും പോസിറ്റീവാണ്. 2, നമ്മൾ പറയുന്നത് മുഴുവൻ പോസിറ്റീവ് ഉണ്ടായിരിക്കുക. 3, നിങ്ങളുടെ കുടുംബാംഗങ്ങളെ മുഴുവൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. തമ്പുരാൻ അനുഗ്രഹിക്കും. എഴുന്നേറ്റ് നിൽക്കുക.